സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയുടെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് ഇത്രയും പേർക്ക് സൂം പ്ലാറ്റ്ഫോമിൽ പലർ ഭവനങ്ങളായിരുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് വരുവാനായിട്ട് തന്ന വലിയേറെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാനായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരവസരത്തിനായിട്ടുള്ള സ്തോത്രം ചെയ്യുന്നു. മത്തായി എന്ന സുവിശേഷം ഞങ്ങൾ കർത്താവെ പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്ന കർത്താവെ, അതിനുവേണ്ടി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ കൃപ ഇതിന്റെ പഠനത്തിലൊക്കെയും വ്യാപരിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കർത്താവെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കണേ. ഇത് വചനം വെറുതെ കേട്ട് വെറുതെ പോകുന്നവരായിട്ടല്ല, ഇതിലെ പല ചോദ്യങ്ങളും ഞങ്ങളുടെ ഉള്ളിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കത്തക്ക രീതിയിലേക്ക് മാറ്റുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ബലഹീനയായ അടിയനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയന്റെ നാവിനോട് കൂടി ഇരിക്കണമേ. കർത്താവിന് ഹിതകരമല്ലാത്ത ഒരു വചനം പോലും കർത്താവെ പറയുവാൻ ഇവിടെ ഇടയാക്കരുതേ. കർത്താവ് തന്നിരുന്ന എല്ലാ കൃപകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സർവമഹത്വവും എന്റെ കർത്താവിന്, സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. So I will share the screen now. Okay, so നമ്മള് first we are going to start with the first gospel ആണ്. So I just a bit of introduction which I have prepared. Some already write and share ചെയ്തു. Gospel means good news. So gospel is the good news that Jesus saves. കർത്താവ് നമ്മളെ രക്ഷിക്കും എന്നുള്ള സദ്വർത്താനമാണ് സുവിശേഷം. സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം അല്ലെങ്കിൽ സുവിശേഷം. ഗ്രീക്ക് ഭാഷയിൽ പറയപ്പെടുന്നത് ഏവൻഗേലിയോൻ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിടയിൽ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ ഏവൻഗേലിയോൻ എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ ഏവൻഗേലിയോനകത്ത്, സുവിശേഷത്തിനകത്ത് വരുന്നത് യേശു നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ള സന്ദേശമാണ്. യേശു ക്രിസ്തുവിന്റെ ജനനം, പരസ്യ ശുശ്രൂഷ, പ്രവർത്തനങ്ങൾ എല്ലാം, ക്രൂശുമരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതാണ് സുവിശേഷത്തിൽ കവറപ്പ് ചെയ്യുന്നത്. എത്ര സുവിശേഷമുണ്ട്? 4 എണ്ണം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതില് മത്തായി, മർക്കോസ്, ലൂക്കോസ് സിനോപ്റ്റിക് ഗോസ്പൽസ് ആണ്. ജോൺ ആണ് വേറിട്ടുള്ള ഒരു ഗോസ്പൽ. അപ്പൊ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്, യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് ഈ 4 സുവിശേഷത്തിലും പറയുന്നത്. അങ്ങനെ ഈ 4 സുവിശേഷത്തിലും പറയുമ്പോൾ എന്തിനാണ് 4 എണ്ണം? ഒറ്റ ഒരു ബുക്ക് പോരെ? അപ്പം അങ്ങനെ പലരും ഒരു ഇത് എഴുതാൻ നോക്കി, ഒരു ഹാർമണി ഓഫ് ദ ഗോസ്പൽസ്, അതായത് ഒരു ഭാഗം മാത്രം എല്ലാത്തിനകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സുവിശേഷം ആദ്യമേ എഴുതപ്പെട്ടിരുന്നു. അപ്പം പക്ഷെ അതിനെ എല്ലാവരും എതിർത്തിരുന്നു, ആദ്യത്തെ സഭാപിതാക്കൾ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഗോസ്പൽ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് എ ഡൂസ് ഓർ നോട്ട് ഡു എന്ന് പറഞ്ഞ ഒരു ബുക്കല്ല. ഇത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ് നമ്മുടെ ഭൂമിയിൽ വന്നു എന്നുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു പുസ്തകമാണ് സുവിശേഷം. അത് തന്നെയല്ല, നമ്മൾ ഈ പഴയ നിയമത്തിൽ നോക്കിയാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 10 കൽപ്പനകൾ കൊടുത്തത് 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ് രണ്ടും റെപ്പറ്റീഷൻ ആണ്. ഇപ്പൊ ക്രിയേഷൻ, ഇറ്റ്സ് എ റെപ്പറ്റീഷൻ. അപ്പം അതെല്ലാം 2 times ആണെങ്കിൽ യു സി ഗോസ്പൽ ഈസ് 4 times റിപ്പീറ്റ്. ദാറ്റ് മീൻസ് വി നോ ദാറ്റ് ഹൗ മച്ച് ദിസ് ഗോസ്പൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് നമ്മൾ 2 ഇമ്പോർട്ടന്റ് ആണെങ്കിൽ 4 times മീൻസ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സോ it is necessary to study the gospel also. And each gospel has a different view. അതായത് ഓരോ സുവിശേഷവും ഓരോ ഉദ്ദേശത്തോടു കൂടെയാണ് എഴുതപ്പെട്ടേക്കുന്നത്. ഇപ്പം മത്തായി എന്ന് പറഞ്ഞ ഒരു വ്യക്തി യേശു കർത്താവിനെ കണ്ടതുപോലല്ല യോഹന്നാൻ കണ്ടിരിക്കുന്നത്, അതേപോലെയല്ല ലൂക്കോസ് കണ്ടിരിക്കുന്നത്, അതേപോലെയല്ല മർക്കോസ് കണ്ടിരിക്കുന്നത്. ഇപ്പം അതില് മത്തായും യോഹന്നാനും യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു. അവര് ദൃക്സാക്ഷികളായിരുന്നു. അവർക്കപ്പം കർത്താവിന്റെ കൂടുതൽ പഠിപ്പിക്കൽ അറിയാം, കർത്താവ് കൂടുതൽ ചെയ്തത് എന്താണെന്നറിയാം. ഇച്ചിരിയോട് ഒരു കൂടുതൽ ക്ലോസർ റിലേഷൻഷിപ്പ്. മർക്കോസ് പത്രോസിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ പത്രോസ് പറയുന്നത് കേട്ടാണ് മർക്കോസ് എഴുതിയിട്ടുള്ളത്. ലൂക്കോസ് ഒരു ഹിസ്റ്റോറിയൻ ആണ്, അതേപോലെ തന്നെ പൗലോസിന്റെ കൂടെ നടന്നതാണ്. അപ്പൊ കേട്ട് എഴുതിയതാണ്. അപ്പം യോഹന്നാൻ ആണെങ്കിൽ തന്നെ കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അപ്പൊ പ്രിയപ്പെട്ട ശിഷ്യൻ അവൻ കൂടുതൽ കർത്താവിനെ പറ്റി കൂടുതൽ അറിയുവാൻ സഹായിക്കും. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ മഹാത്മാഗാന്ധിയെ പറ്റി ആദ്യമേ ആരെങ്കിലും ഒരാൾ പറയുവാണെങ്കിൽ, മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അത് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോ അതാണ് പറയുന്നത്. ഇപ്പൊ മഹാത്മാഗാന്ധി എന്തുവാ ചെയ്തെന്നോ അങ്ങനെ. അതായത് മഹാത്മാഗാന്ധിയുടെ കൂടെ നടന്ന ഒരു വ്യക്തിക്ക് കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ട് പറയാൻ പറ്റും മഹാത്മാഗാന്ധി എന്താണോ പറഞ്ഞത്. പിന്നെ വേറൊരാൾ, ഇപ്പൊ നമ്മളെ പറ്റി തന്നെ ഓരോരുത്തർ പറഞ്ഞു. എന്നെ പറ്റി വീട്ടുകാർക്ക് ഒരു അഭിപ്രായമായിരിക്കും, പ്രെയർ മീറ്റിംഗിൽ വേറൊരു അഭിപ്രായമായിരിക്കും, സോ സൺഡേ സ്കൂളിൽ വേറൊരു അഭിപ്രായമായിരിക്കും, ക്ലോസ് റിലേഷൻഷിപ്സ് ഉള്ളവർക്ക് ഓരോ അഭിപ്രായമായിരിക്കും. അതുപോലെ കർത്താവിനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കണ്ടത്. ഇപ്പൊ മത്തായി ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു, ജീസസിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു. മത്തായി എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ യഹൂദൻ എന്താണോ ആവശ്യം, ആവക കാര്യങ്ങൾ കൂടുതൽ മത്തായി കവർ ചെയ്തിരുന്നു.
അപ്പൊ യേശുക്രിസ്തു എന്ത് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മത്തായി എന്ന് പറഞ്ഞ കവർ ചെയ്തിട്ടുണ്ട്. മർക്കോസ് ഒരു മിഷണറി ആയിരുന്നു. മനുഷ്യപുത്രൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്. മർക്കോസിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങള്, പ്രവൃത്തികളാണ് കവർ ചെയ്തിരിക്കുന്നത്. ലൂക്കോസ് ഒരു ഡോക്ടറാണ്. ലൂക്കോസ് സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ലോകത്തിന്റെ തന്നെ രക്ഷിതാവ് ലൂക്കോസും കൂടുതൽ ഉപമകളും കർത്താവ് പറഞ്ഞ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. യോഹന്നാന്റെ അകത്താണ് ഇപ്പൊ നിക്കോദിമോസിന്റെ സംഭവങ്ങള്, കുറച്ചുകൂടെ ഇന്റേൺ ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ദൈവപുത്രനാണെന്ന് പ്രൂവ് ചെയ്യിക്കുന്ന പല കാര്യങ്ങളും യോഹന്നാന്റെ അകത്ത്. അപ്പം കർത്താവ് ആരാണ് എന്ന് കൂടുതൽ വ്യക്തമായിട്ട് കാണിച്ചേക്കുന്നത് യോഹന്നാനാണ്. അപ്പൊ ഈ 4 സുവിശേഷങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ ഇത് ആരെഴുതി, ആർക്കെഴുതി, എന്തിനു വേണ്ടി എഴുതി എന്ന് അറിയേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പം യേശു ക്രിസ്തു സ്നാനമേറ്റ് കയറുന്ന കാര്യം മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ 3:16 ലൂക്കോസിന്റെ 3:21, 22 വാക്യങ്ങളും. ഇപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഹെവൻസ് വെയർ ഓപ്പൺ ടു ഹിം ആൻഡ് ഹി സോ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. സ്നാനമേറ്റ് കയറിയ ഉടനെ ആകാശം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ വരുന്നു. എന്നാ പൗലോസിന്റെ അകത്ത് വരുമ്പോ, ലൂക്കോസിന്റെ അകത്ത് വരുമ്പോഴോ, ജീസസ് ഓൾസോ ഹാഡ് ബീൻ ബാപ്റ്റൈസ്ഡ് ആൻഡ് വാസ് പ്രേയിങ്. പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ വരുന്നത്. അപ്പം ഇത് കാണുമ്പോൾ നമുക്കറിയാം ലൂക്കോസ് പ്രാർത്ഥനയ്ക്ക് ഒരു ഇച്ചിരി പ്രയോറിറ്റി കൊടുക്കുക. അപ്പം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കിയാൽ 2 പാരബിൾസ് പ്രേയറിനെ പറ്റി മാത്രമുള്ള, അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊരു സുവിശേഷത്തിലും ഇല്ല. അതായത് അർദ്ധരാത്രിയിൽ ഭക്ഷണം ചോദിച്ചു തരുന്ന ഒരു സുഹൃത്തിന്റെ ഉപമ, പിന്നെ വേറെ ഒന്ന് ഒരു പെർസിസ്റ്റന്റ് പ്രേയിങ് വിഡോ, അതായത് ഒരു ന്യായപ്രമ അടുത്ത് എന്ന് വിധവ ചോദിച്ച എന്റെ കാര്യത്തിന് തീർപ്പാക്കണം എന്ന്, പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇത് പറയുന്നുണ്ട് ഉടനെ നമ്മൾ വിചാരിക്കരുത് ഓ മത്തായിക്കകത്ത് പ്രാർത്ഥന പറഞ്ഞിട്ട് അപ്പം ലൂക്കോസ് കറക്റ്റ് എഴുതി, അങ്ങനത്തെ ഒന്നുമില്ല. ഇതെല്ലാം ആരെ ഉദ്ദേശിച്ചോ ആ എഴുതിയ ആളുടെ ഒരു ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ടാ വന്നേക്കുന്നത്. ഇതേപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് മത്തായി 7:11 പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നല്ല ദാനങ്ങളെ നമുക്ക് തരുന്നു. ലൂക്കോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ തരുന്നു. നമ്മൾ മത്തായി വായിക്കുന്നുണ്ട് പറയാം നല്ല ദാനം. നമ്മളെ സംബന്ധിച്ച് നല്ല ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ലോകപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് നല്ല ദാനങ്ങൾ. പക്ഷെ ഇതിനകത്ത് വായിക്കുമ്പോൾ നമ്മളപ്പോ അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നല്ല ദാനം. നമ്മളെ സംബന്ധിച്ച് കാറായിരിക്കാം, വീടായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം നല്ല ദാനങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു സുവിശേഷം പഠിക്കുമ്പോൾ ആ ഭാഗത്തിന്റെ തന്നെ മറ്റു സുവിശേഷത്തിൽ എന്താണ് പറയുന്നതും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ഈ സുവിശേഷം കൂടുതൽ അർത്ഥവത്തോടെ പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു ഭാഗം മാത്രം നോക്കിയിട്ടല്ല, ഇതിന്റെ തന്നെ പാരലൽ ഇവന്റ്സ് എന്താണോ അതുകൂടെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കണം. സോ ലെറ്റ്സ് ഗോ ഇൻ ടു മാത്യു. സോ മാത്യു എഴുതപ്പെട്ടത് ശിഷ്യനായ മത്തായി ആണെന്ന് പറയുന്നു. ചിലര് പറയുന്നത് മത്തായി അല്ല എന്ന്, പക്ഷെ ഏറ്റവും കൂടുതലും ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറയുന്നത് മാത്യു തന്നെയാണ് എഴുതിയപ്പെട്ടത്. സോ മാത്യു സൺ ഓഫ് ആൽഫിയസ്, ആൽഫായുടെ മകനായ മത്തായി. മത്തായി യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിരുന്നു. മത്തായിയുടെ വേറൊരു പേര് ലേവി, അതായത് ലൂക്കോസിലും മർക്കോസിലും പറയപ്പെടുന്നത് ലേവി എന്നുള്ള നാമത്തിലാണ്. എബ്രായ അത് പറയുന്നത് ഹീബ്രു നെയിം ആണ് ലേവി, ഗ്രീക്ക് നെയിം ആണ് മാത്യു എന്നാണ് പറയുന്നത്. സോ നമുക്ക് 2 പേരുള്ളെന്ന് പറഞ്ഞ പോലെയാണ് മാത്യു ആൻഡ് ലേവി. പിന്നെ മാത്യു വാസ് എ ടാക്സ് കളക്ടർ. സോ ഹു ഇസ് എ ടാക്സ് കളക്ടർ? അന്നത്തെ സമ്പ്രദായം വെച്ചിട്ട് റോമൻസ് വാസ് റൂളിംഗ് ഇസ്രായേൽ, അതായത് റോമൻസിനായിരുന്നു അതിന്റെ കീഴിൽ പവർ ഉണ്ടായിരുന്നത്, റൂളിംഗ് എന്ന്. അപ്പം റോമൻസ് നമ്മൾ ഇന്റർടെസ്റ്റ്മെന്റ് പീരീഡ് പഠിച്ചപ്പോൾ പറഞ്ഞു ദേ ഹാവ് പുട്ട് സോ മച്ച് ഓഫ് ടാക്സ് ഓൺ പീപ്പിൾ. അപ്പം അവർ ഈ ചുങ്കം പിരിക്കാനായിട്ട് യഹൂദനായ ഒരാളെ തന്നെയാണ് ചുങ്കം പിരിക്കാനായിട്ട് എടുത്തത്. അപ്പൊ മത്തായി ഒരു ചുങ്കം പിരിവുകാരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിയർക്ക് മത്തായി ഇഷ്ടമല്ല. അപ്പം കാരണം ഒരു ഫോറിൻ നേഷൻ വന്ന് അവർക്ക് വേണ്ടി പൈസ പിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മത്തായി ആക്കിയേക്കുന്നു. അപ്പം അവർക്ക് അവരോ ഇഷ്ടമില്ല. ഈ മത്തായി തന്നെ ഇരിക്കുന്ന ബൂത്ത് ഒക്കെ ക്ലോസ്ഡ് വിത്ത് റോമൻസ് കാവലാണ്, കാരണം ഇസ്രായേൽ ജനം വന്നിട്ട് വേണമെങ്കിൽ മേ ബി ദേ ക്യാൻ അറ്റാക്ക് ഹിം. സോ ബട്ട് ഇതിനകത്തൊരു ഭയങ്കര ഇത് നമ്മൾ ഈ മാത്യു പഠിച്ചു കഴിയുമ്പോൾ അറിയാം, ദൈവം ഈ ഒരു ടാക്സ് കളക്ടറെ വിളിച്ചതിനും ഈ സുവിശേഷം എഴുതിയതിന് ഭയങ്കര ഇതാണ്. ഈ ടാക്സ് കളക്ടേഴ്സിന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല വൃത്തിക്ക് എഴുതാൻ അറിയാം, കാരണം അവര് ഓരോരുത്തർ കൊണ്ടുവരുന്ന പൈസ കൃത്യമായിട്ട് എഴുതണം. സോ ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് ദേ യൂസ് ടു കീപ്. അപ്പം ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയപ്പോഴും മാത്യു അറേഞ്ച്ഡ് ജീസസ് ടീച്ചിങ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ മത്തായി ഈ ടാക്സ് കളക്ടർ ആയിരുന്നത് കൊണ്ട് തന്നെ മത്തായിക്ക് എത്ര വേണേലും പൈസ വാങ്ങിക്കാം. റോമൻസിനാണെങ്കിൽ അവർ പറഞ്ഞത് ഓക്കെ വി നീഡ് 1 lakh dirhams പെർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ടാക്സ് കളക്ടർ ആയ മാത്യു ഹാസ് ടു ഗീവ് ഓൺലി ദാറ്റ് മച്ച് മണി. പക്ഷെ അവർ ഓരോ വ്യക്തിയുടെ ഡബിൾ വാങ്ങിക്കാം, ട്രിപ്പിൾ വാങ്ങിക്കാം. സോ അതുകൊണ്ടായിരുന്നു അവർക്ക് ഭയങ്കര റിച്ച് പീപ്പിൾ ആയിരുന്നു ടാക്സ് കളക്ടേഴ്സ്. ആരും അവരോട് ചോദിക്കത്തില്ല എന്തിനാ ഇത്രയും പൈസ വാങ്ങിക്കുന്നത്, വി ഹാവ് ടു ഗീവ് ഓൺലി ദിസ് മച്ച്, ബട്ട് വൈ ആർ യു ആസ്കിങ് അസ് എന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല. സോ ഓൾ പീപ്പിൾ ഹേറ്റഡ് മാത്യു. ബട്ട് മാത്യുവിനെ വിളിക്കുന്ന സംഭവം നമുക്ക് കാണുമ്പോൾ അറിയാം, മാത്യു ലെഫ്റ്റ് ഹിസ് റിച്ചസ് ടു ഫോളോ ജീസസ്. അതായത് മത്തായി ഇപ്പം യേശു ക്രിസ്തു ഒരു ദിവസം അതുവഴി നടന്നു പോകുമ്പം ആൽഫയുടെ മകനായ ആൽഫിയസ് സൺ ഓഫ് മാത്യു, മാത്യു സൺ ഓഫ് ആൽഫിയസ് ഫോളോ മീ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് he suddenly left everything and followed Jesus. Maybe മാത്യു അവിടെ 2-3 ദിവസമായിട്ട് ജീസസിന്റെ പ്രവർത്തനം അവിടെ കേട്ടു കണ്ടു. So he got attracted and he maybe was waiting. മാത്യുവിനെ സംബന്ധിച്ച് മാത്യു was having a luxurious life, having a very good rich, ഒന്നിനും കുറവില്ല. Roman soldiers will protect him because he was working for Roman government. So നമ്മുടെ രീതിയിൽ പറഞ്ഞ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് എല്ലാം വിട്ട് കളഞ്ഞു കർത്താവിനെ ഫോളോ ചെയ്യുന്നു. അന്നത്തെ കാലത്ത് ബീയിങ് എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ടേക്കിംഗ് എ ടോക്കൺ ഫോർ ഡെത്ത്. അതായത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടംപോലെ പീഡനമായിരുന്നു. അപ്പം കർത്താവിനെ ഇതെല്ലാം കളഞ്ഞു വെച്ച് ഉപേക്ഷിച്ചേച്ച് മാത്യു ഫോളോ ചെയ്ത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. മാത്യുവിന്റെ ലൈഫ്, മാത്യുവിനെ പറ്റി ഇപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ഓ മാത്യു എന്തൊരു വലിയ കാര്യം, നമ്മളിപ്പോ നല്ല രീതിയിൽ ഇവിടെ നിൽക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കമോൺ ഫോളോ ജീസസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇട്ട് കളഞ്ഞേച്ച് പോകാൻ നമ്മുടെ മനസ്സ് അതിന് പ്രിപ്പയർഡ് ആയിരിക്കുമോ? ദിസ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ ടു അസ്. മാത്യു എന്ന വാക്കിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പലസ്തീനിൽ കുറെ നാള് സുവിശേഷ വേല ചെയ്തു. അത് കഴിഞ്ഞിട്ട് പേർഷ്യ, എത്യോപ്യ, സിറിയ, ഗ്രീസിലും സുവിശേഷം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മാത്യുവിന്റെ ഡെത്ത് എങ്ങനെയാണെന്ന് ക്ലിയർലി പറഞ്ഞിട്ടില്ല. പലരും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ പറഞ്ഞിരിക്കുന്നത് കുത്തിക്കൊന്നു, ചിലർ പറഞ്ഞു കടലിൽ എറിഞ്ഞു കൊന്നു, അങ്ങനെയൊക്കെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് നോട്ട് ക്ലിയർ. സോ മാത്യു വാസ് എ ജൂ റൈറ്റിംഗ് ടു ദ ജൂസ് അബൌട്ട് എ ജൂ. സോ ഞാൻ പറഞ്ഞു മാത്യു വാസ് റിട്ടൺ ടു ജൂവിഷ് ക്രിസ്ത്യൻസ് അന്ന്. And it is written between AD 50 and 60 എന്നാണ് പറയപ്പെടുന്നത്. Some says it is after 60, but after the destruction of Jerusalem temple, but it is mostly മാത്യുവിനകത്ത് ജെറുസലേം ദേവാലയം കാണപ്പെടും എന്നൊക്കെ പറയുമ്പം കൂടുതൽ പേരും പറയുന്നത് ജെറുസലേം ദേവാലയം ഡിസ്ട്രോയ് ചെയ്യുന്നതിന് മുമ്പ് എഴുതപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇറ്റ് മേ ഹാവ് റിട്ടൺ ബിറ്റ്വീൻ 50 and 60 എന്ന് പറയപ്പെടുന്നത്. സോ ഇത് ജൂവിഷ് ക്രിസ്ത്യൻസിനാണ് എഴുതപ്പെട്ടത്. സോ യഹൂദന്മാര് ക്രിസ്ത്യാനികളായിട്ട് മാറി തുടങ്ങി. രാജൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ യേശുക്രിസ്തുവിന്റെ ദൃക്സാക്ഷികളായിരുന്ന പല ശിഷ്യന്മാരും കൊല്ലപ്പെട്ടു. അപ്പം യേശുക്രിസ്തു ചെയ്ത പ്രവർത്തനങ്ങളും യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് വളരെ ആവശ്യമായി വന്നു തുടങ്ങി. അപ്പോഴാണ് ഈ സുവിശേഷങ്ങളെ എഴുതി തുടങ്ങിയത്. അപ്പം മാത്യൂസ് കമ്മ്യൂണിറ്റി എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു കുറച്ച് ജൂവിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവര് യഹൂദന്മാരായിരുന്നു. അവര് കർത്താവിൽ വിശ്വസിച്ച് അവര് ക്രിസ്ത്യൻസ് ആയി. അപ്പൊ ഈ ജൂവിഷ് ക്രിസ്ത്യൻസിന് ഒരു പ്രോബ്ലം പറ്റി. യഹൂദന്മാർ അവരെ അംഗീകരിക്കുന്നില്ല, എന്നാൽ ജെന്റൈൽസ് ആയിട്ടുള്ളവര് ഇവർ യഹൂദന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുന്നില്ല. സോ ഇവർക്ക് അപ്പൊ പോകാൻ സിനഗോഗ്സ് ഇല്ല, കാരണം ഇവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ദേ വർ നോട്ട് അക്സെപ്റ്റഡ് ഇൻ സിനഗോഗ്സ്. പിന്നെ അവരും പറയും, കണ്ടോ നിങ്ങൾ എന്ത് വെച്ചിട്ടാ പറഞ്ഞത്, ബൈബിളിൽ തന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് മരത്തിന്മേൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ. സോ യു ആർ ഫോളോയിങ് എ പേഴ്സൺ ഹു ഡൈഡ് ഓൺ ദ ക്രോസ്, സോ ഹൗ ക്യാൻ യു ഫോളോ ഹിം? സോ പിന്നെ അവർക്ക് ഞങ്ങൾക്ക് കണ്ട ന്യായപ്രമാണമുണ്ട്, ബട്ട് നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് എനിത്തിങ്. സോ മാത്യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ ആൾക്കാരുടെ മനസ്സ് തളർന്നു പോകുന്നു. ദേ മേ ഗോ ബാക്ക് ടു ജൂയിഷ് തിങ് ഓർ സംതിങ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ഷോ ദം ദാറ്റ് there is a law, there is everything, and Jesus is the promised king of Jewish people. അത് എങ്ങനെയാണ് ജൂവിഷ് ആൾക്കാർക്ക് എഴുതിയെന്നുള്ളതിന് കുറച്ച് തെളിവുകളായിട്ട് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയാൽ തന്നെ it starts from Abraham. So in Luke the genealogy starts from Adam, but for Jewish people they are concerned only from Abraham. So the ancestry trace back to Abraham. Then ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ഒത്തിരി യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളപ്പാടുണ്ടായത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്റ്റേഴ്സ് ഇഷ്ടം പോലെ, ഓൾമോസ്റ്റ് 66 ഓൾഡ് ടെസ്റ്റ്മെന്റ് റെഫറൻസസ് ആർ ദേർ ഇൻ മാത്യു. മറ്റു സുവിശേഷങ്ങളിൽ അത്രയും ഓൾഡ് ടെസ്റ്റ്മെന്റ് റെഫറൻസസ് ഇല്ല. ദെൻ വേറെ ഒന്ന് മാത്യുവിന്റെ മാത്രം പ്രത്യേകതയാണ്, മാത്യു ഹാസ് യൂസ് ദ വേർഡ് കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം, ഇൻസ്റ്റെഡ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ച് യഹൂദൻ യഹോവ എന്ന് അല്ലെങ്കിൽ ദൈവം എന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഗോഡ്, ദ നെയിം ഓഫ് ഗോഡ് ഈസ് വെരി ഹോളി. സോ ദേ കാനോട്ട് സേ കിങ്ഡം ഓഫ് ഗോഡ് ഈവൻ. സോ ദേ ക്യാൻ ടെൽ only കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം. ബോത്ത് ആർ സെയിം. കിങ്ഡം ഓഫ് ഹെവൻ ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് സെയിം. But when you look into Luke,
or into Mark, you can see kingdom of God, but not kingdom of heaven. Both concept is same. And then പിന്നെ മത്തായിയുടെ അകത്ത് കുറച്ച് യഹൂദ ആചാരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം പരീശന്മാര് ശിഷ്യന്മാരെ പറയുന്നുണ്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി. പക്ഷെ അതിനെപ്പറ്റി കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ഈസ് ഗിവൺ ഇൻ മാർക്ക്. ഇപ്പം നമ്മളിപ്പം നമ്മുടെ മർത്തോമ സഭയെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഇതിനോട് കൃപാന എന്ന് പറയുമ്പോൾ, നമ്മളൊരു ക്രിസ്ത്യാനിയോടാണെങ്കിൽ കൃപാന എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ മേബി ഒരു അൺബിലീവർ, ഒരു ഹിന്ദു അല്ലെങ്കിൽ വേറൊരാളോട് പറയുവാണെങ്കിൽ വി നീഡ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് കൃപാന. അതേപോലെ തന്നെ മാത്യു is not explaining any of the Jewish custom because he is writing to Jewish people, so there is no need to explain what are those customs. And main theme in this Matthew, first main thing is Jesus Christ is the king and promised Messiah of Israel. ഇസ്രായേലിന്റെ വരുവാനുള്ള രക്ഷകൻ അല്ലെങ്കിൽ മശിഹ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്ചേഴ്സിൽ 23 പ്രൊഫസീസ്, പ്രവചനങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ രാജാവിന്റെ ദൈവരാജ്യത്തെ പറ്റിയാണ് ഈ പറഞ്ഞേക്കുന്നത്. സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ. ഈ ഒരു രാജാവാണെങ്കിൽ രാജാവിന് ഒരു രാജ്യമുണ്ട്. അപ്പം ആ രാജ്യത്തെ പറ്റി, അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നത്, 23 വാഗ്ദത്തങ്ങൾ നിറവേറ്റിയത് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ബിക്കോസ് you look back into the Old Testament, whatever God has promised to the prophets, it is all being fulfilled here. So Jesus is the king. യഹൂദന് വരാനുള്ള രാജാവ് യേശുക്രിസ്തു ആണ്, വേറെ ആരുമല്ല എന്നാണ് പറയുന്നത്. So we need to just look into little bit of kingdom of heaven. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ദൈവം ഒരു ഭൂമി സൃഷ്ടിച്ച് മനുഷ്യനെ അവിടെ ആക്കി. God wanted to live with people. ദൈവത്തിന് മനുഷ്യരുടെ കൂടെ നിന്ന് ദൈവത്തിന്റെ ഒരു ലോകമായിട്ട്, ദൈവത്തിന്റെ ഒരു രാജ്യമായിട്ട് മനുഷ്യരെല്ലാവരും നല്ല സ്നേഹത്തിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ദൈവം എക്സ്പെക്ട് ചെയ്തത്. But what happened is മനുഷ്യർ ആദം ആൻഡ് ഈവ് sinned and then that sin separated us from God. അത് കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദൈവം ഒരു ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തു. ദൈവം ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം വിചാരിച്ചു ആ ജനതയിൽ കൂടെ ലോകം മുഴുവൻ കാണും, ഞാനാണ് എന്റെ ദൈവം, എന്റെ ജനം. അപ്പൊ ആ ജനത്തിൽ കൂടെ എന്റെ മഹത്വം ഈ ലോകം കാണും. പക്ഷെ അന്നേരം എന്ത് പറ്റിയെന്ന് വെച്ചാല് ശമൂവേലിന്റെ അടുത്ത് ജനങ്ങൾ വന്ന് പറയുന്നുണ്ട്, ശമൂവേലെ നോക്ക്, ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും രാജാവുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് രാജാവില്ല. അപ്പൊ ദൈവം പറയുന്നുണ്ട്, listen to all that people are saying to you. It is not you they have rejected, but they have rejected me as their king. അതായത് അവിടെയും ഇസ്രായേൽ ജനം ദൈവത്തെ രാജാവായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ദൈവം പറഞ്ഞു ഓക്കെ, അവർ പറയുന്നേ കേക്ക്. അങ്ങനെ രാജാക്കന്മാരെ കൊടുത്തു. ആദ്യത്തെ രാജാവ് ശൗല് പാപം ചെയ്തു, ദാവീദ് പാപം ചെയ്തു, ശലോമോൻ പാപം ചെയ്തു. നമ്മൾ ഏത് ഹ്യൂമൻ കിങ്സിനെ എടുത്താലും they all did sin. So there were no perfect king. അങ്ങനെ ആ ബാബേൽ പ്രവാസത്തിൽ പോയി തിരികെ വന്നു. എന്നിട്ടൊന്നും അവിടെ ഒരു ദൈവത്തിന്റെ രാജ്യം വന്നില്ല. 400 years സൈലൻസ്. പിന്നെ മലാക്കി പ്രവാചകത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്റെ ദൂതന് വഴി ഒഴുക്കുന്നത് കാണുവീൻ. 400 years സൈലൻസ് കഴിഞ്ഞിട്ട് again ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്നിട്ട് പറയുവാണ്, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. again ദൈവരാജ്യത്തിലേക്ക് വരുന്നു. അതായത് മനുഷ്യൻ ഇത് ചെയ്തു, ദൈവത്തെ റിജക്ട് ചെയ്തു. ബട്ട് ഗോഡ് ഹാസ് മെയ്ഡ് അനദർ പ്ലാൻ ടു കം ആസ് എ ഹ്യൂമൻ സോ ദാറ്റ് ഹി വിൽ ബി ദ കിങ് ഓഫ് ദ പീപ്പിൾ, അഗെയിൻ ഇസ്രായേൽ. അതുകൊണ്ടാണ് ജീസസ് കെയിം ആൻഡ് ദെൻ ഹി വാണ്ടഡ് ടു ബി ദ കിങ്. ഇപ്പൊ നമ്മൾ ജീനിയേജ് നോക്കിക്കഴിഞ്ഞാൽ ജീസസ് വാസ് ഫ്രം ജൂദ ആൻഡ് സോ ജീസസ് ഈസ് സപ്പോസ് ടു ബി ദ കിങ്. സോ അഗെയിൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കഴിഞ്ഞിട്ട് ഈ മാത്യു ചാപ്റ്റർ 4:17 നോക്കിയാൽ തന്നെ ജീസസ് പറഞ്ഞ വേഴ്സ് ആണ് മേളിൽ കോട്ട് ചെയ്തിരിക്കുന്നത്, റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. So Jesus Christ, he started his mission by telling that repent for the kingdom of heaven is near. And Jesus was the only perfect king. But again what happened is യേശു ക്രിസ്തു സുവിശേഷം തുടങ്ങിയപ്പം വീണ്ടും യഹൂദന്മാർ തള്ളിക്കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ Romans was ruling and so the people of Jews were expecting a political leader who comes and overthrow this Roman government. എന്നിട്ട് ലോകത്തിലെ തന്നെ വലിയൊരു കിങ്ഡം ആവും. സോ ദേ വിൽ ബിക്കം എ പെർഫെക്റ്റ് കിങ്. സോ അതാണ് അന്ന് ജീസസിന്റെ മിനിസ്ട്രി വാസ് എ ഡിഫറെന്റ് വേ. ജീസസ് വേറൊരു രീതിയിലാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ ജൂവിഷ് പീപ്പിൾ ഓൾസോ റിജക്റ്റഡ് ജീസസ് ആസ് ദ കിങ്. ആൻഡ് സോ ഗോഡ് ഹാസ് ഓപ്പൺ എ ചർച്ച് ഫോർ ഓൾ ഓഫ് us ആൻഡ് വി ആർ ദ അംബാസിഡേഴ്സ് ഓഫ് ദ കിങ്ഡം. ദൈവം നമുക്ക് ബാക്കി എല്ലാവർക്കും വേണ്ടി രാജാവായിട്ട് വരികയാണ്. സോ വി ആർ ഓൾ പാർട്ട് ഓഫ് ഹിസ് കിങ്ഡം. നമ്മളെല്ലാം ഈ രാജ്യത്തിന്റെ സ്ഥാനാപതികളാണ്. നമ്മളെല്ലാം ഈ
രാജ്യത്തിലെ ദൈവത്തിന്റെ ഇത് പങ്കാളികളായിട്ട് നമ്മൾ ഈ രാജ്യത്തിന്റെ എല്ലാം അംഗങ്ങളാണ്. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ദിസ് കിങ്ഡം. സോ ഇതൊരു ഞാൻ ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞു, കാരണം മാത്യു ഫുൾ കവർ ചെയ്യുന്നത് ഈ കിങ്ഡം. മാത്യു തന്നെയല്ല ഗോസ്പെല് ഫുൾ കവർ ചെയ്യുന്നത്. കർത്താവ് ഒരിക്കലും വന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക ആരാധിക്കുക എന്നല്ല പറഞ്ഞത്. ദൈവരാജ്യം ദൈവരാജ്യം, കർത്താവിന്റെ രാജ്യം, കർത്താവ് എന്താണോ എക്സ്പെക്ട് ചെയ്തിരുന്നത് ആ ഒരു കിങ്ഡത്തെ പറ്റിയാണ് Jesus was also telling. So we will see what are the distinct features of the Matthew. So first one is it acts as a bridge between Old Testament and the New Testament. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്താണ് നമ്മുടെ അബ്രഹാം തൊട്ട് തുടങ്ങുന്നത്, പല ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്റ്റേഴ്സിനെ പറ്റി പറയുന്നത്. സോ മാർക്ക് ആണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഓൺലി വിത്ത് ജീസസിന്റെ ബാപ്റ്റിസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ Matthew is the best one. Even though Mark was written before, Matthew is placed before so that there is a connection between the Old Testament and the New Testament. Another one is, ഇതിന്റെ ഒരു പ്രത്യേകത, this gospel starts with God with us and ends with God with us. അതായത് 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പിന്നെ ഇത് തീരുന്നത് 28:20, I will be with you always. ഇത് മാത്യുവിന്റെ ഒരു ഇതാണ്. ദൈവം ആദ്യമേ തന്നെ ആഗ്രഹിച്ച മനുഷ്യരുടെ കൂടെ ഇടയിൽ വരാനാണ്, ഭൂമിയിലേക്ക് ദൈവവും ഒന്നിച്ച് വസിക്കാനാണ്. സുവിശേഷം തുടങ്ങുന്നത് തന്നെ സുവിശേഷം പറഞ്ഞ ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ദൈവം നിങ്ങളുടെ കൂടെ വന്നു. അതേപോലെ തന്നെ ഈ സുവിശേഷം തീരുന്നതും മാത്യു എടുത്തു കാണിക്കുകയാണ്, ഇത് സുവിശേഷത്തിലെ കർത്താവ് ഇവിടുന്ന് പോയെങ്കിൽ തന്നെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹീസ് ദെയർ വിത്ത് us all the time. Then next is term church. സഭ എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത് ഏക സുവിശേഷം മത്തായി ആണ്. 2 പ്രാവശ്യം 2 വാക്യത്തിൽ സഭ എന്ന വാക്ക് കോട്ട് ചെയ്തിട്ടുണ്ട്. ലൂക്ക്, മാർക്ക്, ജോണിൽ സഭ എന്ന വാക്ക് ഇല്ല. അടുത്തത് വിമൻ ഇൻ ജീനിയോളജി. പൊതുവെ ഈ ജീനിയോളജിയിൽ വിമന്റെ പേര്, സ്ത്രീകളുടെ പേര് യഹൂദന്മാർ കൊടുക്കത്തില്ല. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിൽ നോക്കിയാൽ 5 സ്ത്രീകളുടെ പേര് ഉണ്ട്. താമാർ, ബത്ശേബ, then Ruth, Rahab, and then മേരിയുടെ പേര് അങ്ങനെ. സോ വിമൻ ഇൻ ദിസ് തിങ്. And then another thing ഇതിനകത്ത് മേജർ ആയിട്ട് കാണിക്കാനുള്ളത്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ബിഗർ ദാൻ മോസസ്. യഹൂദ ചരിത്രത്തിൽ നോക്കിയാൽ യഹൂദ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ അതായത് മോശയാണ്, ബാക്കി എല്ലാരെക്കാളും. കാരണം മോശ ആണ് ദൈവത്തിന്റെ കൽപ്പന കൊണ്ട് കൊടുക്കുന്നത്. മോശ ഒത്തിരി അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. സോ ഈ യഹൂദനോട് പറഞ്ഞു കഴിഞ്ഞാൽ മോശയാണ് ഏറ്റവും വലിയ പ്രവാചകൻ. എന്നാൽ അപ്പം ജീസസ് ആണ് മോശയേക്കാൾ വലിയൊരു പ്രവാചകൻ എന്നാണ് കാണിക്കുന്നത്. അപ്പം അത് കാണിക്കേണ്ട ആവശ്യകത എന്താണെന്നാൽ ആവർത്തന പുസ്തകം 18:15 അത് പറയുന്നുണ്ട്, the Lord your God will raise up for you a prophet like me from among you. എന്നെ പോലൊരു പ്രവാചകനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. From your brothers it is to him you shall listen. You all know that Deuteronomy was written by Moses. അപ്പൊ മോശ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യഹൂദന്മാരോട്, എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, ആ പ്രവാചകനെ വേണം നിങ്ങൾ കേൾക്കാൻ. അപ്പം ഈ യഹൂദനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യമേ മാത്യു ചെയ്യേണ്ട എന്തുവാണ്, ഈ മോശ പറഞ്ഞ തന്നെ ചെയ്യുക. സോ വി വിൽ സീ വാട്ട് മേഡ് ജീസസ് ക്രൈസ്റ്റ് സിമിലർ ടു മോസസ് ആൻഡ് വാട്ട് മേഡ് ജീസസ് ക്രൈസ്റ്റ് ബിഗർ ദാൻ മോസസ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് എ റൺ ത്രൂ ഓൺലി. ജനന ബർത്ത് സ്റ്റോറി. ജീസസ് വാസ് ത്രെട്ടൻഡ് ബൈ കിങ് ഹെരോദ്. മോസസ് വാസ് ത്രെട്ടൻഡ് ബൈ ദ റൂളർ ഫറോ. ജീസസിന്റെ സമയത്തും ചിൽഡ്രന്റെ മാസ് മർഡർ ഉണ്ടായിരുന്നു. ബട്ട് ജീസസ് എസ്കേപ്പ്, ഈവൻ മോസസ് എസ്കേപ്പ്. മോശെ ഫറവോന്റെ പ്രിൻസസ്, ഷീ ഹെൽപ്ഡ് ഹർ, ഷീ ടുക്ക് അഡോപ്റ്റഡ് ഹർ. ദെൻ മോസസ് വാസ് ലിവിംഗ് ഇൻ ദ കൊട്ടാരത്തിൽ വസിക്കുകയായിരുന്നു. സോ മോസസ് വാസ് ഓൾസോ സേവ്. ദെൻ രണ്ടുപേരും അവർ ജനിച്ച സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി. കാരണം യേശുക്രിസ്തു ബേത്ലഹേമിൽ നിന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അവിടുന്ന് ഓടിപ്പോയി. മോശ ഒരു ഈജിപ്ഷ്യനെ കൊന്നു കഴിഞ്ഞപ്പോൾ മോസസ് ഓൾസോ റൺ അവേ ഫ്രം ഈജിപ്റ്റ്. ദെൻ രണ്ടുപേരും ദൂതൻ പറഞ്ഞപ്പോൾ തിരികെ വന്നു. അതായത് യേശുക്രിസ്തുവിനോട്, ജോസഫിനോട് പറഞ്ഞു ഇനി രാജാവ് മരിച്ചു കഴിഞ്ഞു, സോ they returned back to Nazareth. And then Moses also ഇവരെ അവരുടെ സ്ലേവറിയിൽ നിന്ന് ഫ്രീ ചെയ്യിപ്പിക്കാൻ വേണ്ടി മോശയും ഈജിപ്തിലേക്ക് തിരികെ പോയി. യേശുക്രിസ്തു സ്നാനമേറ്റു. നമ്മൾ 1 Corinthians 10 പറയുന്നുണ്ട്, സ്നാനത്തിന് മുൻകുറി, ചെങ്കടൽ മുറിച്ചു കടന്നതോ സ്നാനത്തിന് മുൻകുറി. സോ മോസസ് ഓൾസോ ക്രോസ് ദ റെഡ് സീ. യേശുക്രിസ്തു 40 ദിവസം പരീക്ഷിക്കപ്പെട്ടു, മോശ 40 വർഷം. രണ്ടുപേരും സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണമാണ് മത്തായിലെ ഏറ്റവും വലിയത്. സോ ജീസസ് വെന്റ് അപ്പ് ദ മൗണ്ടൻ ആൻഡ് ഗോട്ട് ദ ലോ. He delivered the law of the kingdom of God.
Moses also went up the Mount Sinai and got the law from God. Jesus in 12 disciples, Moses had 12 tribes. Jesus 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായിട്ട് പറയുന്നു. മോശ ദൈവം സഹായിച്ച മന്ന ആൻഡ് കാടപക്ഷി കൊടുത്തിട്ട് ഇസ്രായേലിനെ ഫീഡ് ചെയ്തു. ഡോമിനൻസ് ഓവർ നേച്ചർ. യേശു ക്രിസ്തു വെള്ളത്തിന്മേൽ നടന്നു, ഇതിനെ ശാന്തമാക്കി, കാറ്റിനെയും കോളിനെ ശാന്തമാക്കി. Moses also, with the help of God, he was able to split the Red Sea. So life, മോശയുടെ ജീവിതം മുഴുവൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട്, സർവ്വജനത്തിനും വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതം ലീഡ് ചെയ്തു. But then how Jesus is greater than Moses? So first thing is, Moses was able to deliver only from the slavery from Egypt. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മാത്രമാണ് മോശയ്ക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയത്. But Jesus, he delivered. പാപത്തിൽ നിന്ന് ഉള്ള മോചനം, spiritual death or സിന്നിൽ നിന്നാണ് he delivered the people. Then Jesus came as a very word of God. മത്തായി 11:27 പറഞ്ഞു. ഈ പറയുന്നതെല്ലാം മത്തായിലെ തന്നെ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ മാത്യു ഇടാഞ്ഞത്. സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. But Moses only spoke the words received from God. ദൈവം എന്താണോ പറഞ്ഞത്, മോശ മലയിൽ സീനായി പർവ്വതത്തിന് മേളിൽ പോകും, ദൈവം പറയും, അത് വന്ന് ജനത്തോട് പറയും. Then Jesus came to fulfill the law. മോശയ്ക്ക് ദൈവം ലോ കൊടുത്തു. മോശ ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ. എന്നാൽ ആ മോശ പറഞ്ഞതും അത് എല്ലാം ഫുൾഫില്ല് ചെയ്യാനായിട്ടാണ് കർത്താവ് വന്നത്. ഞാനിത് നിവർത്തിപ്പാൻ അത്രേ വന്നത്, ഇത് നീക്കുവാനല്ല, നിവർത്തിപ്പാൻ വന്നു. പിന്നെ ഈ മറുരൂപ മലയിലെ സംഭവം അറിയാം. ഈ യേശുക്രിസ്തു മറുരൂപ മലയിൽ പോയപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖം ശോഭിച്ചു. എന്നാൽ മോശ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ മോശയുടെ മുഖം ദൈവത്തിന്റെ ആ ഗ്ലോറി കൊണ്ട് ശോഭിച്ചു. അതായത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിവൈൻ ഗ്ലോറി ഫ്രം ദ ഗോഡ്, ബിക്കോസ് ഹി ഹാസ് സീൻ ഗോഡ്. അതുകൊണ്ടാണ് മോശയുടെ മുഖം ശോഭിച്ചത്. അപ്പൊ ഈ മറുരൂപ മലയിലെ ദൈവത്തിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, യഹൂദൻ അതിന് മനസ്സിലാകും. പണ്ടൊരാൾ ഇതുപോലെ മലയുടെ മേളിൽ കയറിപ്പോയപ്പോൾ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. മോശ, ഓ ഇത് മോശക്കാ വലിയവൻ. അതാണ് ഈ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അപ്പം ദൈവത്തിന്റെ മുഖം സൂര്യനാണ് എന്നല്ല. അപ്പൊ ഇതൊരു ഓഡിയൻസ് ആരാണ്, ആർക്കാണ് എഴുതിയത്, എന്തിനാണ് എഴുതിയതെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. Then ജീസസ് മീഡിയേറ്റ്സ് ഇറ്റേണലി. യേശു കർത്താവ് ഇന്നും ദൈവത്തോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എന്നാല് മോശ ഇടയ്ക്ക് ജനം പാപം ചെയ്യുമ്പോൾ മോശ ഓടിച്ചെന്നിട്ട് ദൈവത്തോട് പറയും, അയ്യോ അങ്ങനെ ചെയ്യരുതേ. പർവ്വതത്തിൽ ചെല്ലുമ്പോൾ തന്നെ പറയും, കർത്താവ് പറയും ഞാൻ ഇവരെ എല്ലാം നശിപ്പിക്കാൻ പോകുന്ന പറയുമ്പോൾ മോശ പറയും, വേണ്ട അങ്ങനെ ചെയ്യരുതേ കർത്താവെ, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് മോശ വാസ് മീഡിയേറ്റിംഗ് ബിറ്റ്വീൻ ഗോഡ് ഫോർ ദം ഓൺലി ഫോർ സം ടൈം. ബട്ട് ജീസസ് വാസ് മീഡിയേറ്റിംഗ് വിത്ത് ദം ഓൾ ദ ടൈം. ഇന്നും എന്നും സ്വന്തം രക്തം കൊടുത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. So now let's see a small video for the kids about Matthew. It is 2 videos combined. Initially it's saying what is gospel, and then along with that Matthew also. Just 3 minutes video. The Gospel of Matthew. If you look for it in your Bible, you might have noticed that it is located about 2/3 of the way through your Bible, and that means that a lot must have taken place beforehand. Exactly. It's called the Old Testament. In a nutshell, it narrates how God lived with man in a wonderful relationship that man suddenly ruined. I can do it myself. Yeah, and we certainly did. Murdering, stealing, and lying. But instead of giving up, God came up with an astounding plan. He chose the weakest nation among mankind to teach the proud nations a lesson. He gave these people his best tips and tricks, also called the law, and they suddenly grew very strong. He also worked supernatural powers to show them clearly that the Almighty Creator was acting on their behalf. But then after all that, it was precisely these people who deviated from these guidelines, and they were crushed by their enemies. Then there was silence for 400 years. And suddenly, there is a star in the sky. And this is the beginning of the Gospel of Matthew. Matthew was working as a tax collector in Capernaum when he was invited by Jesus to become a disciple. Later, after the Passover of 31 CE, he was also chosen as one of the 12 apostles. Matthew personally witnessed most of Jesus' 3.5-year ministry. The book of Matthew focuses on the time period between 2 BCE and 33 CE. It includes events just before Jesus' birth and ends with Jesus' command to go make disciples.
Did you know? Although Matthew is the first book of the Christian Greek scriptures, there is evidence that it was originally written in Hebrew. Sometime later, Matthew himself may have translated his gospel into Greek. The book has been divided into 28 chapters. In the first 18 chapters, much of the content is arranged by subject, focusing on the teachings found in Jesus' public discourses. Starting in chapter 19, however, Matthew turns his attention to the last days of Jesus' ministry and generally relates the events in the order that they happened. About 40% of Matthew's gospel is unique, describing events and details not found in the other three gospels. It begins with Abraham and lists the family line of Jesus through his adoptive father Joseph, proving that Jesus is the legal heir of King David. It provides a thorough account of Jesus' Sermon on the Mount, and it also includes many of Jesus' illustrations, such as the wheat and the weeds, the pearl of high value, and the dragnet. Matthew's account greatly emphasizes that the theme of Jesus' teaching was the kingdom of the heavens. To help readers identify Jesus as the promised Messiah, this book includes numerous direct quotes and references from many books in the Hebrew Scriptures. No wonder Matthew has been described as a bridge between the Hebrew and Christian Greek Scriptures. As you enjoy your study of Matthew, note how the Gospel establishes Jesus' legal right to David's throne, emphasizes Christ's teachings, and highlights God's kingdom. The Gospel of So now we will go into depth into the Gospels. Even kids can see this because I have put so many comic strips so that it will be more attractive to kids also. You can see from now on all the whole Gospels, whichever we are planning to explain, we have put the comic strips. So this is the overview, like Jesus in the work. This is the in the side you can see the map of Israel. So initially you can see that one over there. So that is where the Jesus birth and the preparation. Jesus in the temptations, the baptism all happened in that near to that Jerusalem part. Then he moved to the Galilee. And Matthew chapter 4 till Matthew chapter 18 is the mission was Srisrusha Kartavinte Nadanathu Galileelana. His ministry in Galilee. So avadeyanu major teachings nadanathu. And in chapter 19 and 20, he is traveling from Galilee to Jerusalem. And from that on, only around 6 months, not even 6 months, because very little time only he was there in Jerusalem and then did his teachings. And in the last, the passion, the death, and the resurrection in and near Jerusalem. And so it is ending up there. And now we are going into the in-depth study of the Matthew, but I will not be covering the main into in-depth, only the main things I will be covering. What makes Matthew different from other Gospels? That is only what we are going to see. So Matthew in the book arranged it's basically like this. It is like a prologue or amugam, then a climax, and in between there is a major 5 teachings. Ingeneyaanu Matthew in the book inde idu pone. Adondana njan aadime parnathu Matthew inde idu oru sermon on the mount nokkiyal thanne it is not a one single teaching aayittu poyekalla. ഇത് മാത്യു പല ജീസസിന്റെ ടീച്ചിങ്സ് കമ്പൈൻ ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നിച്ചാക്കിയിട്ട് മാത്യു ബുക്കിനെ ചെയ്തിരിക്കാം. സോ ഇനി ഞാനിപ്പോ again we are going to the back to the other picture because it is easy to remember now. The first the prologue, then 5 major teachings and his works, and then the climax. So the prologue is Matthew 1 and 2, the genealogy and birth narrative. യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് പറഞ്ഞേക്കുന്നതാണ് introduction. And then the climax is the Jesus passion, resurrection, and commission of the Messiah. Appam Karthavinte Krusham Maranam, Uyarthelnelppu, commission, adellam kuda varunnathana conclusion. So in between you can see that oru narrative part and then his major teaching. Njan major teaching color change ittittundu. First discourse, second discourse, third discourse, fourth discourse, and fifth discourse. Appam first Jesus oru 3-4 chapters, Matthew 3 and 4 is a part of narrative. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ടീച്ചിങ്. Then 8 and 9 ഒരു നറേറ്റീവ് ഉണ്ട്, അതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ ഒരു ടീച്ചിങ്. Then 11 and 12 ഒരു ടീച്ചിങ്, ഒരു നറേറ്റീവ്. Then 13 is the teaching. 14 and 17 വീണ്ടും ഒരു നറേറ്റീവ്. Then 4th major teaching. And then 19 and 23 is അതിന്റെ കുറച്ച് സംഭവങ്ങൾ and then the major teaching. So ഇത്
ഒറ്റയടിക്ക് ചെയ്തതല്ല. മാത്യു ഹാസ് അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ ദ ജൂസ് ടു അണ്ടർസ്റ്റാൻഡ്. കാരണം അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് മോസസ്, ഞാൻ പറഞ്ഞു, he wanted to show that Jesus is greater than Moses. We know that in Old Testament Moses has written 5 books. Genesis, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, ആവർത്തനം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതായത് തോറ എന്ന് പറഞ്ഞ പുസ്തകം മോസസ് എഴുതിയാണ്. ഇവിടെയും അതുപോലെ തന്നെ he has shown the Jewish Christian that അവിടെ മോസസ് 5 പുസ്തകം തന്നിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവും ഇവിടെ 5 പുസ്തകങ്ങൾ. It is similar to that Torah, 5 teachings, 5 books of Moses. So what makes Matthew different only we will be covering. So first is the genealogy. So you can see the genealogy thing here. 14 generations from Abraham to King David, then 14 generations from Solomon till Babylon deportation, and then 40 generations from there till Joseph. So total ഇത്രയും generations ആണ് ഫസ്റ്റ് genealogy തന്നിരിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ the genealogy, വംശാവലി, അത് ഗ്രീക്കിൽ പറയുന്നത് it is the starting. പഴയ നിയമം കഴിഞ്ഞിട്ട് this is another new beginning. And he has mentioned son of Abraham and David. അതെന്തെന്ന് വെച്ചാല് ദൈവം 2 പേരുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരുന്നത്. ഒന്ന് അബ്രഹാമുമായിട്ടും ഒന്ന് ദാവീദുമായിട്ടും. അബ്രഹാം is known as the father of Israel nation. So ഇവിടെ മാത്യു കാണിക്കുവാണ് ജീസസ് ഈസ് ആൻ ഇസ്രായേലൈറ്റ്. അതേപോലെ തന്നെ അബ്രഹാമിനോട് പറഞ്ഞു ഐ വിൽ മേക്ക് യു എ ബ്ലെസ്സിംഗ് ടു ഓൾ, നീ എല്ലാവർക്കും അനുഗ്രഹമായി തീരും. ഇവിടെ യേശു ക്രിസ്തു സകല ജനത്തിന് ഒരു അനുഗ്രഹമായി തീരുവാണ്. സോ ഹി ഈസ് ഷോയിങ് ദാറ്റ് അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായി ഹി ഈസ് നോട്ട് ഡയറക്ട്ലി സൺ ബട്ട് ഹി ഈസ് ഗോയിങ് ടു ബി എ ബ്ലെസ്സിംഗ്. അതേപോലെ തന്നെയാണ് ദാവീദുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. യു വിൽ റൂൾ ദ ജൂദ, അതായത് ഇസ്രായേലിൽ എന്നും നീ ഒരു രാജാവായിരിക്കും. അതുകൊണ്ടാണ് ഡിവൈഡഡ് കിങ്ഡം പോയെങ്കിൽ തന്നെ 2 tribes were under Judah and David's sons were king till that. അപ്പം ഇപ്പോഴും ആ ഇസ്രായേലിൽ ആ രാജഭരണം ഉണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തു ലീഗലി അവിടുത്തെ കിങ് ആകേണ്ടിയാണ്. കാരണം ഹി ഈസ് കമ്മിങ് അണ്ടർ ദ ട്രൈബ് ഓഫ് ഡേവിഡ്. ജൂദ ട്രൈബിനകത്തുള്ളതുകൊണ്ട് ദാവീദിന്റെ മകനായതുകൊണ്ട് ഹി ഈസ് ആക്ച്വലി എ കിങ്. സോ ഹി ഈസ് ഷോയിങ് ദാറ്റ് ദൈവം ഉടമ്പടി ചെയ്ത രണ്ടും യേശുക്രിസ്തുവിൽ കൂടെ പൂർത്തിയാകാണ്. ഹി ഈസ് എ ബ്ലെസ്സിംഗ് ടു ഓൾ ആൻഡ് ഹി ഈസ് ഫ്രം എ റോയൽ ലീനേജ്. And then he is telling that God with us. Emmanuel എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മത്തായിലേ ഉള്ളൂ. പിന്നെ wise men and the gifts, ഈ വിദ്വാൻമാര് കർത്താവിനെ കാണാൻ വരുന്നത് ഏക രേഖപ്പെടുത്തിയിരിക്കുന്നത് it is only in Matthew. And then ഈ Matthew 1 and 2 chapter തന്നെ 4 Old Testament prophecies ആണ് ഫുൾഫിൽ ആയേക്കുന്നത്. കന്യക ഗർഭം ധരിക്കും, പിന്നെ ഈജിപ്തിൽ നിന്ന് വിളിച്ചു വരുത്തും, റാമയിൽ ഒരു കരച്ചിലും മുറവിളി, അങ്ങനെ 4 അത് നോക്കിയാൽ മതി, ആ പോർഷൻസ് ഉണ്ട്. സോ ദാറ്റ് 4 ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫസീസ്, വാഗ്ദാനങ്ങൾ ഇവിടെ ഈ 2 ചാപ്റ്റേഴ്സിൽ തന്നെ നിവൃത്തിയായിരിക്കുന്നു. സോ ദെൻ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. സോ ഫസ്റ്റ് ജീസസ്, പിന്നെ ജീസസിന്റെ പ്രിപ്പറേഷൻ ഓഫ് ജീസസ് മിനിസ്ട്രി. അപ്പം നമുക്കറിയാം ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിൽ യാത്ര ചെയ്ത് അവർ പരാജയപ്പെട്ടു. സോ ജീസസ് ഈസ് ഷോൺ ഒരു ഇസ്രായേലിന്റെ തന്നെ ഒരു പ്രതിപുരുഷനായിട്ടാണ് യേശുക്രിസ്തുവിനെ കാണിച്ചേക്കുന്നത്. അവിടെ അവർ തോറ്റപ്പോൾ ദൈവം പറഞ്ഞ ഇത് തന്നെ, ഡു നോട്ട്, നീ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നു. കർത്താവ് അന്ന് അവിടെ പറഞ്ഞ ദൈവം പറഞ്ഞു കൊടുത്ത വാക്യങ്ങൾ ഉപയോഗിച്ച് യേശുക്രിസ്തു ഇവിടെ ടെംപ്ടേഷനെ ഓവർകം ചെയ്യുന്നു. So that is covered in chapter 3:1. And then Jesus started his ministry. He is starting to call his disciples. So ഇത് ഫസ്റ്റ് ഒരു നറേറ്റീവ് പറഞ്ഞിട്ട്, and now Jesus in the first teaching, this is known as Sermon on Mount or ഗിരിപ്രഭാഷണം. നമ്മുടെ ഗിരിപ്രഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു കർത്താവിന്റെ, ഇത് മത്തായിലാണ്. ലൂക്കോസിലുണ്ടെങ്കിൽ തന്നെ അതിനെ മലയിൽ കയറി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സെർമൺ ഓൺ ദ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ബട്ട് ഇത്രയും യേശുവിന്റെ the longest, most detailed teaching recorded in the gospel is this Sermon on the Mount. അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് മെസ്സേജ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കർത്താവ് ഉപമയിലേക്ക് മാറും. പക്ഷെ ഇതിനകത്ത് നേരിട്ട് പറയുവാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ജീസസ് വാസ് ടെല്ലിംഗ് ഡയറക്ട്ലി വാട്ട് ഈസ് ഹിസ് മെസ്സേജ് ആൻഡ് ഓൾ. ആൻഡ് ദെൻ ഇതിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ഈ ജീവിക്കണം, എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഫോർ ലിവിങ് എ ജെന്യുവിൻ ക്രിസ്ത്യൻ ലൈഫ്. ഇത് അന്നത്തെ കാലത്തെ ആൾക്കാരോട് മാത്രമല്ല, സുവിശേഷം ഇന്നും നമ്മളോട്. കാരണം നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ പറയാം അന്നത്തെ കാലത്തെ ആൾക്കാർ തെറ്റ് ചെയ്ത് അവരോട് പറഞ്ഞാൽ this is for us also, how we as a Christian should live in this world. അതാണ് മാത്യു ചാപ്റ്റർ 5 and 7 പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഉപ്പ് പോലാവണം, നിങ്ങൾ വെളിച്ചമാവണം, നിങ്ങൾ കൊല്ലരുത്, ഇത് ചെയ്യരുത്, എല്ലാം പറയുന്നത് എന്താണ് നമ്മളിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം
ഇതിനകത്ത് മെയിൻലി കവർ ആകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ബിയാറ്റിറ്റ്യൂഡ്സ്, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ലോ, പ്രെയർ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഈ 2 കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം വി നീഡ് ടു നോ വാട്ട് ഈസ് ദിസ് ബിയാറ്റിറ്റ്യൂഡ്സ്. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മത്തായി 5:3 മുതൽ 11 വരെ, അതിനകത്ത് നിങ്ങൾ ഭാഗ്യവാന്മാർ, ബ്ലെസ്ഡ് ആർ ദോസ്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബിയാറ്റി എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം സുപ്രീം ഹാപ്പിനെസ്, പരമാനന്ദമായി, ഏറ്റവും വലിയ ആനന്ദം. അപ്പൊ ഈ പരമാനന്ദം ലഭിക്കാൻ വേണ്ടുന്ന സ്പിരിച്വൽ ട്രേറ്റ്സ് എന്തൊക്കെയാണ് നമ്മളെ പരമാനന്ദമായ ആനന്ദത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നത്, ദുഃഖം വരുന്നതെല്ലാം ഓരോ സാഹചര്യം അനുസരിച്ചാണ്. നമുക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം വന്നാൽ ഭയങ്കര സന്തോഷമാവും, എന്തെങ്കിലും ദുഃഖം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സങ്കടത്തിലാവും. ബൈബിൾ, ജീസസ് നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്. Being a Christian, whatever happens, even if it is crying, even if you're poor, even if you do anything, whatever happens, you should be happy because God is with you. കാരണം ആ beatitude നോക്കി കഴിഞ്ഞാൽ blessed are those who are poor, who are hungry, who are crying. നമ്മളെ സംബന്ധിച്ച് പാവപ്പെട്ടവൻ, who is a poor person, he is not lucky, he is not ഒരു blessed. Somebody who is crying, he is not blessed. ഈ ഒരു ഇതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന ഒരു അപ്സൈഡ് ഡൗൺ കിങ്ഡം എന്നാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മള് ഈ ലോകത്തിൽ എന്താണോ വലുതെന്ന് കാണുന്നത് അതെല്ലാം ദൈവരാജ്യത്തിൽ ചെറുതാണ്. നമ്മള് ദൈവം പറയുന്നത് ഗിവ് അപ്പ് തിങ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. നമ്മൾ പറയും, ഓ ഞാൻ വലിയ നിലയിൽ പഠിച്ചു, വലിയ കാര്യം ചെയ്തു. ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ മുമ്പിൽ ദൈവം പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്, നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ കരച്ചിൽ വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വന്നാൽ നമ്മൾ വി വിൽ നെവർ സേ ദാറ്റ് ദേ ആർ ബ്ലെസ്ഡ്. സോ ദൈവത്തിന്റെ മുമ്പിൽ ദേ ആർ ബ്ലെസ്ഡ്. അവരാണ് ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ കരയാതെ ഇരിക്കുന്നത്. സോ എങ്ങനെയാണ് ഈ വക കാര്യങ്ങൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്തണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു 11. അത് കഴിഞ്ഞിട്ട് പറയുന്നത് കർത്താവ് 10 കൽപ്പന കൊടുത്തു. ഇപ്പം ആദ്യമേ പറഞ്ഞു ഡു നോട്ട് മർഡർ, അതായത് ആരെയും കൊല ചെയ്യരുത്. നമ്മളെ സംബന്ധിച്ച് ആരെങ്കിലും പോയി കത്തി വെച്ച് കുത്തി കൊന്നാലാണ് കൊലപാതകമാകുന്നത്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്നാ 10 കൽപ്പനയിൽ പറയാൻ ഉദ്ദേശിച്ചത് കൊലപാതകം അങ്ങനെയല്ല, നീ നിന്റെ സഹോദരനോട് കോപിച്ചാൽ പോലും കൊലപാതകമാണ്. അതേപോലെ നമ്മൾ ഐ ഫോർ ആൻ ഐ, അന്ന് ഒരു കണ്ണിന് പകരം മറ്റൊരു കണ്ണ്. പക്ഷെ ഇന്നിപ്പോ അതല്ല പറയുന്നത്, നിന്റെ ഒരു ചെകിട്ട തടിച്ചാൽ മറ്റേ ചെകിടവും കൂടെ കാണിച്ചു കൊടുക്കാൻ. സോ ഗിവ് അപ്പ്, അതാണ് ഈ ഗിരിപ്രഭാഷണത്തിൽ. സോ ഈ ഗിരിപ്രഭാഷണം തന്നെ ഒരു 2 hours സെർമൺ ഉള്ളത് ഉണ്ട്. കാരണം ദാറ്റ് മച്ച് ഓഫ് തിങ്സ് ആർ ദെയർ. എങ്ങനെ നമ്മൾ ജീവിക്കണം, ഹൗ വി ഷുഡ് ലീവ് ഇൻ ദിസ് ഗോഡ്സ് കിങ്ഡം. ദൈവം ആഗ്രഹിക്കുന്ന രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം. പിന്നെ പറയുന്നത് പ്രാർത്ഥന, എങ്ങനെ പ്രാർത്ഥിക്കണം. അവിടെയാണ് ലോർഡ്സ് പ്രെയർ ഒക്കെ കവർ ആയിരിക്കുന്നത്. പിന്നെ ബാക്കി എന്തൊക്കെയാണ് നമ്മുടെ ചോയ്സസ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞേച്ച് കർത്താവ് പറയുന്നത്, who hears these words of mine and put them into practice is like a wise man. ഇത് കേട്ടിട്ട് ചുമ്മാ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തിലെ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് നമ്മുടെ ജീവിതത്തിലാകിയാൽ തന്നെ we will see the changes in our life. അപ്പൊ അത് വെറുതെ കേട്ടിട്ട് പോകാനല്ല, we need to put them into practice. അങ്ങനെയുള്ളവരെ മാത്രം ഈ വക കാര്യങ്ങൾ ചെയ്തേച്ച് അത് പ്രാക്ടീസിൽ വരുത്തുന്നവരെ മാത്രമാണ് ദൈവത്തിന്റെ മുമ്പിൽ ബുദ്ധിമാൻ. അല്ലാതെ നമ്മള് ടാക്ടിക്സ് ഉപയോഗിച്ച്, സ്ട്രാറ്റജി ഉപയോഗിച്ച് പല കാര്യങ്ങൾ നേടിയെടുത്തിട്ട് ഞാൻ വലിയ ആളായി എന്ന് പറയുന്നതല്ല ദൈവരാജ്യത്തിൽ ബുദ്ധിമാനായിട്ട് ദൈവം കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ദൈവം ആദ്യത്തെ ഫസ്റ്റ് ഇത് കുറച്ച് വിളിച്ച് കഴിഞ്ഞേച്ച് അതിന്റെ ടീച്ചിങ്സ്, ഹൗ ദ കിങ്ഡം പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് ഇൻ ദിസ് ചാപ്റ്റർ മാത്യു 8 and 9 യു ക്യാൻ സീ ഓൾമോസ്റ്റ് 10 miracles. അതായത് ദൈവരാജ്യത്തിന്റെ ശക്തി അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ആദ്യമേ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, പിന്നെ ശതാധിപന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുന്നു, പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കുന്നു, പിന്നെ കാറ്റിനെ ശാന്തമാക്കുന്നു, ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നു, പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നു, പ്രമാണിയുടെ മകള് രക്തസ്രാവമുള്ള സ്ത്രീ, പിന്നെ 2 കുരുടന്മാർ, ഭൂതഗ്രസ്തനായ ഒരു ഊമൻ. ഇത്രയും പേരെ കർത്താവ് അവിടെ സൗഖ്യമാക്കുന്നു. അപ്പം കർത്താവ് കിങ്ഡം, ദൈവരാജ്യത്തിന്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ദൈവം ഇതിവിടെ പറയുന്നത് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു പോവല്ല, ഐ ആം ഡൂയിങ് ഇറ്റ് ഓൾസോ. ഗോഡ് ഈസ് ഷോയിങ് ഹിസ് ഫെയ്ത്ത്, ഹി ഈസ് ടീച്ചിങ് ആസ് വെൽ ആസ് ഷോയിങ് ഇത്. നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ ഇത് അർത്ഥമില്ല എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സോ ആഫ്റ്റർ ദിസ് അങ്ങനെ ദൈവം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തേച്ച് God is giving them the second major teaching, that is the missionary instruction. This is also known as little commission. ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ ഈരണ്ടായിട്ടാണ് വിടുന്നത്. മാത്യുവിനകത്താണെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും 2 പേരുടെ പേര് വെച്ചിട്ടാ, ഹി ആൻഡ് ഹി 2 പേരുടെ പേര് വെച്ചിട്ടാണ് പറയുന്നത്. ആൻഡ്
Jesus is sending them from city to city, carrying on. നിങ്ങളെ വടി പൊക്കണം ഒന്നും എടുക്കാതെ ദൈവം പറയുന്നത് you just go and proclaim the message, I will be with you. And then he gave authority to disciples. ആ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഇസ്രായേൽ ജനത്തിലേക്ക് മാത്രം പോവുക, വേറെ ജാതികളുടെ അടുത്തൊന്നും അല്ല, ഇസ്രായേൽ ജനത്തിലേക്ക്. എന്നിട്ട് ദൈവം വലിയൊരു വാർണിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വക പരിപാടിക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള പ്രതികരണം കിട്ടാം. ഒന്നിന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞ് നിങ്ങളെ പുറത്താക്കും. അപ്പം പറഞ്ഞത് നിങ്ങൾ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് പോരുക എന്നാണ് പറയുന്നത്. സോ അങ്ങനെ 2 types of responses you can get when you are going for this missionary work. അപ്പം നമ്മളൊരു ജീസസിന്റെ ഡിസൈപ്പിൾ ആയിരിക്കുമ്പോൾ ഈവൻ വി ക്യാൻ എക്സ്പീരിയൻസ് സെയിം തിങ്. ജീസസിന്റെ ഡിസൈപ്പിൾ ആയിട്ട് എങ്ങനെ ലോകത്തിന് സാക്ഷിയാവുമ്പോൾ നമ്മൾ ദൈവവചനം ഇതിനെ പറയുന്നുണ്ട്, യു പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ആൻഡ് ഓൾസോ ഡു ദ ആക്ഷൻ തിങ്സ്, യു ക്യൂർ ദ സിക്ക്, ദ റേസ് ദ ഡെഡ്, ഡെമൺസിനെ പുറത്താക്കുക. അങ്ങനെ ജീസസ് ഈസ് ടെല്ലിംഗ് ദം ഡു ഓൾ ദീസ് തിങ്സ്. ഇതിന് മുമ്പിലത്തെ 8 and 9 ജീസസ് വാസ് ഷോയിങ് ദം ഹൗ ടു ഡു. സോ ജീസസ് ഈസ് നൗ ഗിവിംഗ് ദം എ ട്രെയിനിങ്. ജീസസ് പറയാണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നൗ യു ഗോ എഹെഡ് ആൻഡ് യു ഡു ദ മിഷൻ വർക്ക് ആൻഡ് യു ബിക്കം ദ ഡിസൈപ്പിൾസ്. ഇത് നമ്മളോടും ഇതുപോലെ തന്നെയാണ്. നമ്മളിപ്പോ ഒരു കാര്യം ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ when we are doing something for the Christ, even we can experience the same thing. Some may say that okay, ഇത് തെറ്റാ, നിങ്ങൾ ചെയ്യുന്നത് മഹാ തെറ്റാണ്, വേറെ ചിലര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. Same thing will happen. So the second major teaching of Jesus, that missionary instruction, says that what it meant for Jesus' disciples to be a witness in the world. So same thing, these are the instructions for us also. Then കർത്താവ് ഇതെല്ലാം ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം 3 മേജർ റെസ്പോൺസ് ആണ്. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, മേജർ റെസ്പോൺസ്, അക്സെപ്റ്റ്, ഡിസപ്രൂവ് ഓർ ന്യൂട്രൽ സ്റ്റാൻഡ്. 3 മെയിൻ റെസ്പോൺസ് ആണ്. അതാണ് 11th and 12th ചാപ്റ്റേഴ്സിൽ കാണിക്കുന്നത്. കുറച്ച് പേര് കർത്താവിനെ മഷിഹായിട്ട് സൗഖ്യമാക്കുമ്പോ യെസ് നീ ആ കർത്താവ് അങ്ങാണ് മഷിഹ എന്ന് പറഞ്ഞിട്ട് സൗഖ്യമായി, ഹി അക്സെപ്റ്റഡ് ദം. വേറെ കുറച്ച് പേര് ന്യൂട്രൽ, ഈസ് ഹി ദ മെസ്സായ. സോ യു ക്യാൻ സീ ഫ്രം ദ പിക്ചർ. മാത്യു ചാപ്റ്റർ 11 തുടങ്ങുമ്പോൾ തന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അയക്കാണ്, മഷിഹ തന്നെയാണോ, ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണോ? അതായത് ഈ ജോൺ തന്നെയാണ് യേശുക്രിസ്തുവിനെ സ്നാനം കഴിപ്പിക്കുമ്പോൾ പറയുന്നത്, പ്രാവ് ഇതുപോലെ ഇറങ്ങുമ്പോൾ ഹീസ് ദ മെസ്സായ, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്. പക്ഷെ ജോണും വിചാരിച്ച് ജോൺ ജയിലിലായി പോയി, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ജയിലിലായിരുന്നു. അപ്പം ഈ കർത്താവ് വരും, കർത്താവിന്റെ ഇത് വരുമ്പോഴത്തേക്ക് ഇവരെ എല്ലാം ഓവർ പവർ ചെയ്ത് he will become a ruler. So John also got doubt that okay, is he the Messiah, ഇതാണോ മഷിഹ, ഇതാണോ രാജാവ് എന്നുള്ളൊരു സംശയം വന്നു. അപ്പൊ കുറച്ച് പേര് ന്യൂട്രൽ സ്റ്റാൻഡ് ആയി, some negative. We all know that Pharisees, scribes, high priests, everyone, അവരെല്ലാം പറയുന്നത് ഇതാണോ മഷിഹ, ന്യായപ്രമാണം ലംഘിച്ചു, നമ്മൾ അവനെ നശിപ്പിക്കണം. ഇതിന്റെ സൈഡിലെ ഇതിൽ കാണുമ്പോൾ he is doing it with the help of Beelzebul, ഡെമണെ വെച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, കോരസീനെ, ബത്സേദെ, കപർന്നഹൂമേ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളിൽ ചെയ്ത പ്രവൃത്തികൾ മറ്റു സോദോം ഗൊമോറയിൽ നടന്നിരുന്നെങ്കിൽ അവർ അന്നേ മാനസാന്തരപ്പെട്ടേനെ. സോ ഈവൻ അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ആക്ച്വലി ജീസസ് ആദ്യമേ ശിഷ്യന്മാരോട് പറഞ്ഞ് ഗോ ടു ദ ഇസ്രായേൽ, ബട്ട് നൗ ഹീസ് ഓൾസോ ലൈക്ക് ഓ വാട്ട്, ഈ ഇസ്രായേൽ ജനം എന്ത് ചെയ്യുന്നത്? അപ്പോഴാണ് ശരിക്കും ഇവിടെ ഒരു മേജർ ചേഞ്ച് നടക്കുന്നത്. ദാറ്റ് ഈസ് ആഫ്റ്റർ ദാറ്റ് ജീസസ് ടേൺ ടു ദ ജെന്റൈൽസ്. ജീസസ് അവിടുന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് തന്നെ പിന്നെ വരുന്നതാണ് തേർഡ് മേജർ ഡിസ്കോഴ്സ് ഓർ ദ പാരബിൾസ് കളക്ഷൻ. അതായത് ഇതിനെ പാരബോളിക് ഡിസ്കോഴ്സ് എന്നാണ് പറയുന്നത്. മത്തായി 13-ാം അധ്യായത്തിൽ 7 പാരബിൾസ് ആണ് പറയുന്നത്. അപ്പം 7 പാരബിൾസിനകത്ത് ഇവിടെ ഇപ്പം യഹൂദന്മാർ പുറത്താക്കിയപ്പോൾ തന്നെ ഇവിടെ ഇപ്പം ഒരു ചേഞ്ച് വരുവാണ്. കർത്താവ് ഇപ്പൊ കടൽക്കരയിലോട്ട് നിന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. അതിലെ ആദ്യത്തെ 4 പാരബിൾസ് കടൽ തീരത്ത് നിന്നിട്ട് പ്രസംഗിക്കുന്നു. അടുത്ത പാരബിൾസ് 3 പാരബിൾസ് അവര് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നത്, കർത്താവെ ഈ വിതയ്ക്കാൻ പോയ വിത്ത് അതിന്റെ ഉപമ എന്തുവാ, ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ജീസസ് ഈസ് എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് ദാറ്റ് സോവേഴ്സ് സീഡ്, അതിന്റെ ഉപമ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ ശിഷ്യന്മാരോട് 3 പാരബിൾസ് പറയുന്നു. യു ക്യാൻ സീ ദാറ്റ് സോവർ ആൻഡ് ദ സീഡ്, അതായത് വിതയ്ക്കാൻ പോയത്, പിന്നെ സാത്താൻ വന്ന് കള ഇട്ടത്, പിന്നെ കടുകുമണി, പിന്നെ പുളിച്ചമാവ്. ഈ 4 പാരബിൾസ് ആദ്യമേ പറയുന്നു. അത് സർവ ജനങ്ങളോടെല്ലാം പറയുന്നു. പിന്നെ 3 പാരബിൾസ്, ദ ട്രഷർ, ദ പേൾ ആൻഡ് ദ നെറ്റ്. ഈ 3 പാരബിൾസ് ശിഷ്യന്മാരോട് മാത്രമായിട്ട് പറയുന്നു. ഈ 6 പാരബിൾസ്, ഓവർ ദ പാരബിൾ ഒഴിച്ച് ബാക്കി എല്ലാ പാരബിളും സ്റ്റാർട്ട് ചെയ്യുന്നത് കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ലൈക്ക്, ദൈവരാജ്യം എങ്ങനെയെന്നാൽ, ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശ്യം, ദൈവരാജ്യം വലയ്ക്ക് സദൃശ്യം, അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. സോ ഈ ഗോസ്പലിന്റെ ഇതിനകത്ത് വി വെർ അസൈൻ ടു ടീച്ച് ലിറ്റിൽ ബിറ്റ് മോർ ഇൻ ടു പാരബിൾസ്. കാരണം ഓരോ ഗോസ്പൽസിന് ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. സോ now Provident will take more into parables.
ഇവിടെ കുറച്ച് സമയം നമുക്കാണെങ്കിൽ പാരബിൾസ്, അതായത് ഗോസ്പെൽസിലുള്ള എല്ലാ പാരബിൾസിനെയും പറ്റി ഒരു ഓവർവ്യൂവും അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ പാരബിൾ, എ സ്റ്റോറി ഓർ സേയിങ് ദാറ്റ് ഇസ് മെന്റ് ടു ടീച്ച് എ സ്പെസിഫിക് പോയിന്റ്. അപ്പൊ നമ്മള് ഒരു പാരബിൾ എന്ന് പറഞ്ഞാല് ദൈവം ഉപയോഗിച്ച യേശു ഉപയോഗിച്ച ഒരു ടീച്ചിങ് മെത്തഡോളജിയാണ്. ഓക്കെ, സോ ദാറ്റ് ഒരു സിമ്പിൾ സ്റ്റോറിയിലൂടെ ഡിവൈൻ മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതില് ഫസ്റ്റ് പോയിന്റ് ഇസ് ഇല്ലുസ്ട്രേഷൻ ഓഫ് എ പോയിന്റ് ടു ദ ഓഡിയൻസ്. അപ്പൊ നമ്മൾ പാരബിൾ ഓഫ് ദ സോവർ എടുക്കുവാണെങ്കിൽ യേശുവിന് പറയാനുള്ളത് വചനം മനുഷ്യരുടെ ഹൃദയത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ആ ഒരു പാരബിളിനെ യേശു ഉപയോഗിക്കുന്നത്. എന്നാൽ പാരബിൾ ഓഫ് ദ ഗുഡ് സമരിറ്റൻ എടുക്കുമ്പോൾ യേശു ഉദ്ദേശിക്കുന്നത് ഒരു റിപ്ലൈ ആണ്, യൂസിങ് ദം ആസ് എ റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻ. ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, നിത്യ രാജ്യം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം അങ്ങനെ യേശു പറയുന്നു നല്ല കാര്യങ്ങൾ ചെയ്യണം. അവൻ ചോദിക്കുന്നത് ഒരു ഗുഡ് നെയ്ബർ ആരാണ്? അപ്പൊ അങ്ങനാണ് ആ പാരബിൾ ഓഫ് ദ ഗുഡ് സമരിറ്റനിലേക്ക് യേശു അതിന്റെ ഒരു ആ ക്വസ്റ്റ്യൻ ഒരു റെസ്പോൺസ് ആയിട്ട്, ഹു ഇസ് എ ഗുഡ് നെയ്ബർ ഫോർ യു? അപ്പം പാരബിൾസ് ആർ യൂസ്ഡ് either to give a point or as a response to a question. The word parable is taken from the Greek word parabole, meaning to throw two things that can be compared to one another. അതായത് ഒരു മേജർ യേശു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിനെ പാരലൽ ആയിട്ട് ഒരു നമുക്ക് ഡേ ടു ഡേ എക്സാമ്പിൾ കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾസ് വെച്ച് കാണിക്കാൻ വേണ്ടിയാണ് യേശു പാരബിൾസ് ഉപയോഗിച്ചിരുന്നത്. It uses everyday examples to explain something about God. Example, bread, salt, sheep, അങ്ങനെ coin. നമുക്ക് ഡേ ടു ഡേ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണ് യേശു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. A parable is a teaching story or a story with a meaning. Parable uses metaphors and similes to help make the meaning clearer. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് what must we do to understand a parable? ഒരു പാരബിൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ഭാഗങ്ങൾ അതിനുണ്ട് എല്ലാ പാരബിൾസിനും. അതിലെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ പാരബിൾ പ്രോപ്പർലി, അതായത് അതിന്റെ പേരാണ് ഇന്റർപ്രിട്ടേഷൻ. അതായത് ഏത് ഓഡിയൻസിന് വേണ്ടിയാണോ അത് എഴുതപ്പെട്ടത്, ഏത് കോണ്ടെക്സ്റ്റ് ആണ് അത് എഴുതിയത്, അത് നമ്മൾ ചെയ്യണം. രണ്ടാമത്, ഈ പാരബിൾ 2000 വർഷം മുമ്പ് പറഞ്ഞ പാരബിള് ഇന്നത്തെ ദിവസം, അതായത് ടുഡേ, ഹൗ ക്യാൻ ഇറ്റ് ബി ആപ്ലിക്കബിൾ ടു മീ ഇൻ മൈ റിയൽ ലൈഫ്, അതിന്റെ ആ പാരബിളിന്റെ ആപ്ലിക്കേഷൻ എന്തുവാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓരോ പാരബിൾസ് പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഒന്ന്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ മനസ്സിലാക്കണം. രണ്ട്, ഹൗ ക്യാൻ ഐ അപ്ലൈ ടു ഡേ ലൈഫ്. ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി 5 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന്, അണ്ടർസ്റ്റാൻഡ് ദ സെറ്റിംഗ് ഓഫ് ദ പാരബിൾ. അപ്പൊ ഇതിന് ഞാനിപ്പോ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് പാരബിൾ ഓഫ് ദ സോവർ. അപ്പം ചാപ്റ്റർ 13 തുടങ്ങുന്നത് തന്നെ പാരബിൾ ഓഫ് ദ സോവർ വെച്ചിട്ടാണ്. അപ്പം യേശു ക്രിസ്തു ഒരു ബോട്ടെ കയറി, അതിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് യേശു ക്രിസ്തു ഇത്രയും നാളും, അതായത് ചാപ്റ്റർ 12 വരെ പറഞ്ഞിരുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, സ്ട്രെയിറ്റ് ഫോർവേഡ് പറഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല, അത് ജൂസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോഴാണ് യേശു ക്രിസ്തു സകല ജനങ്ങൾക്കും വേണ്ടി now he is opening up the kingdom of heaven. അപ്പം that is the context of the parable. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സെക്കൻഡ്, uncover the need that prompted the parable. അതായത് ഇവിടെ ജൂസ് യേശുവിനെ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് now Jesus is saying that I am going to spread this message to all the people. Now how are you going to accept this parable? അത് ഈ വേർഡ് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോൾ എങ്ങനെ അത് റെസ്പോൺസ് വരുന്നെന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാരബിൾ എടുക്കുന്നത്. ഓക്കെ, തേർഡ് വൺ, അനലൈസ് ദ സ്ട്രക്ചർ ആൻഡ് ഡീറ്റെയിൽ ഓഫ് ദ പാരബിൾ. പാരബിൾ ഓഫ് ദ സോവർ എടുക്കുവാണെങ്കിൽ അതിനെ 4 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 4 ഭാഗത്ത് വീണ സീഡ്സ്. ഓക്കെ, state the central truth of the parable and its relationship to the kingdom. ഈ എക്സാമ്പിൾ എടുക്കുമ്പോൾ the central truth is the seed is the word of God and the place where it is falling is the human beings, നമ്മുടെ ഹൃദയങ്ങൾ. How we are going to react to that. And the last one is respond to the intended appeal of the parable. അതായത് ഈ പാരബിൾ പറഞ്ഞു കഴിഞ്ഞിട്ട് what is Jesus expecting from us?
ഈ പാരബിൾ ഓഫ് ദ സോവറിൽ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ജീസസ് expect us to be like the good soil where we yield 30, 60 and 90 fold. Okay. ഈ പാരബിൾസിനെ പറ്റി പഠിച്ചപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഓരോ പാരബിളും നമ്മൾ പല വട്ടം വായിക്കുമ്പോൾ ഇന്റർപ്രിട്ടേഷൻ ഈസ് വെരി 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 ഗ്രേറ്റ്. യേശു നമ്മുടെ ഹോളി സ്പിരിറ്റ് വിൽ ഓപ്പൺ അവർ ഐസ്. നമ്മളത് പ്രാർത്ഥിച്ച് ദൈവമേ ഈ പാരബിളിൽ എന്തുവാണ് നീ എനിക്ക് തരാനുള്ള ഇന്റർപ്രിട്ടേഷൻ നമ്മൾ നോക്കുമ്പം ഇറ്റ്സ് സോ അമേസിങ്. ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമായിരുന്നു, പാരബിൾ ഓഫ് ദ ഗുഡ് സാമറിറ്റൻ. അതിന് കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രെയർ മീറ്റിംഗിൽ അച്ഛൻ പറഞ്ഞത് പാരബിൾ ഓഫ് ദ ഗുഡ് സമരിറ്റൻ തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാൻ ഈസ് ആഡം ആൻഡ് ജെറുസലേം ടു ഹി വാസ് ട്രാവലിംഗ് ഫ്രം ജെറുസലേം ടു ജെറിക്കോ. അതായത് പാരഡൈസിൽ നിന്ന് വേൾഡിലേക്ക്. ജെറുസലേം ഈസ് കൺസിഡർഡ് ടു ബി ദ പ്ലേസ് ഓഫ് ഗോഡ് ആൻഡ് ജെറിക്കോ ഒരു ബിസിനസ് ക്യാപിറ്റൽ ആണ്, അതായത് ഒരു വേൾഡ്ലി പ്ലഷർ. അപ്പം മനുഷ്യനെ പാരഡൈസിൽ നിന്ന് അവന് നഷ്ടമായി, അവൻ വേൾഡിലേക്ക് പോയി. റോബേഴ്സ് ആർ ദ ഹോസ്റ്റൈൽ പവേഴ്സ് ഓർ ദ സാറ്റനിക് പവേഴ്സ്. സേറ്റൻ ഈ മനുഷ്യനെ അറ്റാക്ക് ചെയ്ത് അവനെ അവശ്യ നിലയിലാക്കിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പ്രീസ്റ്റ്, അതായത് ദ ലോ സിസ്റ്റം, പ്രീസ്റ്റിന് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. ദ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ ലിവൈറ്റ്സ് അത് കാണിക്കുന്ന അതാണ്, പ്രോഫറ്റ്സിനും ഈ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റിയില്ല. It was the good Samaritan, which is Jesus Christ, who was able to save this man. The wounds which he had are the consequences of sin. അതിനകത്ത് ഒലിവ് കൊടുക്കുന്നുണ്ട്, വൈൻ കൊടുക്കുന്നുണ്ട്. It represents the Holy Spirit and the wine represents the blood of Christ. The inn represents the church. നമ്മളെ തൽക്കാലമായിട്ട് ആക്കിയിരിക്കുന്ന സ്ഥലമാണ് സഭ. ആ സഭയിലെ മാനേജർ ഓഫ് ദ ഇൻ ആണ് ഹെഡ് ഓഫ് ദ ചർച്ച്. അതായത് തൽക്കാലം, അതായത് എന്നിട്ട് സാമരിറ്റൻ പറയുന്നുണ്ട് ഐ വിൽ കം ബാക്ക്. ദാറ്റ് ഇസ് ലൈക്ക് ജീസസ് ഈസ് ഗോയിങ് ടു കം ബാക്ക് ടു ടേക്ക് us ബാക്ക്. അപ്പം when we are interpreting the parable, ശരിക്കും അതിലെ ഒത്തിരി ഹെവൻലി മീനിങ് നമുക്ക് കിട്ടും. കഴിഞ്ഞ ആഴ്ചത്തെ പ്രെയർ മീറ്റിംഗിൽ അച്ഛൻ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ഈ സെയിം പാരബിളിലെ മാൻ വാസ് സ്ട്രിപ്ഡ് ഓഫ് ക്ലോത്ത്. അത് ശരിക്കും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. അതായത് അവന് വസ്ത്രമില്ലായിരുന്നു. ഈ വസ്ത്രമില്ലാത്തത് കൊണ്ട് അവന് ഐഡന്റിറ്റി ഇല്ല. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇവനൊരു സൗത്ത് ഇന്ത്യൻ ആണോ, ഓക്കെ നമുക്ക് ഇവനെ സഹായിക്കണം. ഇവനൊരു പാകിസ്ഥാനി ആണോ, സഹായിക്കണോ വേണ്ടോ, നമുക്ക് പീപ്പിൾ വിൽ ഗെറ്റ് ദ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഐഡന്റിറ്റി അവനില്ല. അതായത് ഫ്രം ദിസ് വാട്ട് വി ആർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് യു ഹാവ് ടു ഹെൽപ്പ് എവരി വൺ. അതായത് ഒരു മർത്തോമക്കാരനെ ഹെൽപ്പ് ചെയ്യണമെന്നല്ല യേശു പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് ലുക്ക് അറ്റ് whom you are helping. You have to help seeing that human being. Okay. ഇനി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് പാരബിൾ ആണ് ആപ്ലിക്കേഷൻ ഓഫ് ദ പാരബിൾ ഇൻ ഡേ-ടു-ഡേ ലൈഫ്. ഈ ഓരോ പാരബിളും നമ്മൾ വായിച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് പാരബിൾ, ഈ ഓരോ പാരബിൾ നമ്മളൊരു കഥാപാത്രമാണ്. ഞാനത് ശരിക്കും അത് മനസ്സിലാക്കിയത് ഈ പാരബിൾ ഓഫ് ദ ഫാരിസി ആൻഡ് ദ ടാക്സ് കളക്ടർ ഞാൻ വായിച്ചപ്പം ശരിക്കും ഐ ഫെൽറ്റ് ദാറ്റ് ഐ ആം ദ ഫാരിസി. കാരണം നമ്മളെന്താ പറഞ്ഞത്, യേശുവെ അനുഗ്രഹിച്ചത് എന്താ കുഴപ്പം, ഞാനാണെങ്കിൽ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നില്ലേ, ഞാൻ പ്രെയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ പാരിഷ് മിഷനിൽ പോകുന്നുണ്ട്, ഞാൻ ചെയ്യാത്ത പരിപാടി ഒന്നുമില്ല. അപ്പം it is same like the Pharisee who was telling all this. So the Holy Spirit will open our eyes saying that who you are in this parable. When I read the parable of the prodigal son, appo njan vicharichu, am I the second son? അതായത് ഒരു ഫാമിലിയില് ഒരാള് വഴിതെറ്റി പോയിട്ട് തിരിച്ചു വന്നപ്പോഴും മറ്റേ സൺ ഇവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവന്റെ മനസ്സിൽ ഇപ്പോഴും ഇവൻ പോയിട്ട് എല്ലാം വസ്തു എല്ലാം നശിപ്പിച്ച് വന്നവനാണ്. Am I the second son? We need to think ourselves in the parable. എന്നെ ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ക്യാച്ച് ചെയ്തൊരു പാരബിൾ ആണ് പാരബിൾ ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദ വിനിയാർഡ്. ഒരാള് 9 മണിക്ക് കുറെ പേരെ കണ്ടു, അവരോട് പറഞ്ഞു വിനിയാർഡിൽ വന്നിട്ട് വർക്ക് ചെയ്യും. 12 മണി ആയപ്പോഴും കുറച്ച് പേര് നിൽക്കുന്നത് കണ്ടു, 3 മണി ആയപ്പോഴും കണ്ടു, 5 മണി ആയപ്പോഴും കണ്ടു. 5 PM വന്നവനും 6 PM ആയപ്പോൾ എല്ലാവർക്കും പൈസ കൊടുക്കുവാണ്. 6 PM ആയിട്ട് വന്നവന് 1 dinar കൊടുത്തു, 5 PM വന്നവന് 1 dinar കൊടുത്തു. അപ്പൊ ഈ 12
12 o'clock വന്നവൻ വിചാരിച്ചു എടാ എനിക്ക് കൂടുതൽ കിട്ടും, കാരണം ഐ വർക്ക് മോർ ദാൻ ദാറ്റ്, റൈറ്റ്? 9 മണിക്ക് വന്ന വിചാരിച്ചു ഡെഫിനറ്റ്ലി ഐ വിൽ ഗെറ്റ് ഡബിൾ, ബിക്കോസ് ഈ 5 മണിക്ക് വന്നവന് 1 hour വർക്ക് ചെയ്തപ്പം ഈ 9 മണി തൊട്ട് വർക്ക് ചെയ്ത് എനിക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് ഡബിൾ കിട്ടണ്ടായോ? But the owner gave everyone equal amount. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാല്, ആസ് എ പേഴ്സൺ ഹു ഹാസ് ആക്സെപ്റ്റഡ്, അല്ലെങ്കിൽ എന്റെ ഫാമിലി, എന്റെ ഫോർ ഫാദേഴ്സ് മർത്തോമ ചർച്ചിൽ പാർട്ടായിട്ട് നിന്നിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ മർത്തോമയായിട്ട് നിന്നിട്ട്, ഇന്നലെ വന്ന ഒരാളെ, അല്ലെങ്കിൽ ഇന്ന് മർത്തോമ സഭയിലോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് വന്ന ഒരാളെ ആം ഐ വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദാറ്റ് പേഴ്സൺ? നമ്മള് 30 വർഷം അല്ലെങ്കിൽ 20 വർഷമായിട്ട് നമ്മുടെ പള്ളിയിലെ നല്ല സ്ഥാനങ്ങളൊക്കെ ഇരുന്നിട്ട് ഇന്നലെ വന്ന ഒരാൾ പെട്ടെന്ന് ഒരു സ്ഥാനം എടുക്കുമ്പോൾ ആർ വി വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദാറ്റ്? ഇതാണ് എനിക്ക് അതൊരു ഡേ ടു ഡേ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ട് ഈ പാരബിളൊക്കെ പഠിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇതെങ്ങനെയാണ് ജീസസിന് അന്നത്തെ കാലത്ത് മൈക്കുമില്ല, ബോസ് ഓഡിയോ സിസ്റ്റം നമ്മുടെ പള്ളിയിലെ പോലൊന്നും ഇല്ല, എന്നാലും 5000 പേരെയും 7000 പേരെയും ഒക്കെ എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു? അപ്പൊ അത് നോക്കിയപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത് കോവ് ഓഫ് ദ പാരബിൾ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ് യേശു ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ദിസ് ഇസ് വെരി ക്ലോസ് ടു ദ മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് ആൻഡ് കപ്പർനൗം ആൻഡ് തബ്ഗ ചർച്ച്. അപ്പം ഈ ഒരു ലൊക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു അക്വസ്റ്റിക് ഉള്ള ഒരു ഏരിയ ആണ്. അതായത് ഒരു മനുഷ്യൻ അവിടെ നടുക്ക് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാല് ഈ ഹില്ലിന്റെ മണ്ടയ്ക്ക് നിന്ന് ആൾക്ക് പോലും ക്ലിയർ ആയിട്ട് കേൾക്കാം. നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പെരിമെന്റ് കാണണമെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. കോ ഓഫ് ദ പാരബിൾസ് കൊടുത്താൽ കഴിഞ്ഞാൽ ആ ലൈവ് അവരെ എക്സ്പെരിമെന്റ് ചെയ്തത് കാണിക്കുന്നുണ്ട്. അതായത് ഒരു 7000 പേര് നിന്നാലും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഇത് യേശു എല്ലാം പറഞ്ഞിരിക്കുന്നത്. Why Jesus used parables? മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ വേ ഓഫ് ഫാസിനേറ്റിംഗ് പീപ്പിൾ. അവരൊരു ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരു ഇതാണ്. ഒരു സ്റ്റോറി പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു നല്ലൊരു പ്രസംഗം കേൾക്കുമ്പം അതിൽ കുറച്ച് തമാശയൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ പറയും, ഓ ഒരു ഭയങ്കര സീരിയസ് പ്രസംഗമായിരുന്നു, ബോറ് പ്രസംഗമായിരുന്നു, എന്തുവാ പറഞ്ഞത്. അപ്പം എന്നാൽ നല്ല ഒരു തമാശയൊക്കെ വെച്ചിട്ടൊരു പ്രസംഗമാണെങ്കിൽ ഉണ്ടല്ലോ ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യും. പക്ഷേ തമാശയിൽ കൂടെ ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ മിസ്സാക്കരുത്. അതാണ് ഈ പാരബിൾസ് പറഞ്ഞപ്പം യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, വൈ ആർ യു ടെല്ലിങ് എവറിത്തിങ് ഇൻ പാരബിൾസ്? അപ്പം യേശു പറഞ്ഞൊരു ഉത്തരവുണ്ട്, ദ കിങ്ഡം ഓഫ് ദ നോളജ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ടു നോ ദ സീക്രട്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് യേശു നമുക്ക് വേണ്ടി അത് റിവീൽ ചെയ്ത് തരണം. അതായത് ഇത് കേൾക്കുന്നവർക്ക് വെറും ഒരു കഥയാണ്. തമാശ പ്രസംഗം കേൾക്കുന്നവർക്ക് കുറെ തമാശ കേട്ട് നല്ലതായിട്ട് ചിരിച്ചു പോകാമെന്നല്ലാതെ അതിലെ ഇന്നർ മീനിങ് സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. സോ ഹിയർ ദിസ് ഈസ് സേയിങ് ദാറ്റ് ദ മിസ്റ്ററി ഉണ്ട്. ഓരോ പാരബിളിനും ഒരു മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി ഏർണസ്റ്റ് ആയിട്ട് സീക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്തിട്ടുള്ളൂ. സോ വെനെവർ യു റീഡ് എ പാരബിൾ ഓർ ബൈബിൾ, യു ടെൽ ഹോളി സ്പിരിറ്റ്, ദൈവമേ ഇത് മനസ്സിലാക്കാൻ ഉള്ള ഇതിന്റെ ഇന്നർ ട്രൂത്ത് മനസ്സിലാക്കാനുള്ള ഒരു കൃപ തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. Now, last slide is regarding the 4 gospels and parables. ഇതില് the parables are really life changing lessons ആണ്. ഇതിലെ ലൂക്കോസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് പാരബിൾസ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 3 ഗോസ്പെൽസ്, സിനോപ്റ്റിക് ഗോസ്പെൽസ്, മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്. ഇതിലെ ഫുൾ യൂട്യൂബിൽ ഗൂഗിളിൽ പോയാൽ ഇഷ്ടംപോലെ ചാർട്ട്സ് കിട്ടും, കമ്പാരിസൺ ഓഫ് ഓൾ ദ പാരബിൾസ്. അത് ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് 36 പാരബിൾസ് അപ്രോക്സിമേറ്റ് ഉണ്ട്. ജോണിൽ മാത്രം പാരബിൾസിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതിന് പകരം 2 റിലേറ്റഡ് ഇതേ കൊടുത്തുള്ളൂ, അതായത് ഷീപ്പ് ആൻഡ് ഷെപ്പേർഡ് ആൻഡ് വൈൻ ആൻഡ് ബ്രാഞ്ചസ്. ഇത്രയുമാണ് പാരബിൾസിനെ പറ്റി ഉള്ള എക്സ്പ്ലനേഷൻ. നൗ ബാക്ക് ടു ഷെറിൽ. So now we will continue from again from parable back to Matthew. So now Jesus started teaching with the parables. അപ്പം പാരബിൾസ് കഴിഞ്ഞു അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ യഹൂദന്മാര് കർത്താവിനെ റിജക്ട് ചെയ്തു. സോ ജീസസ് ഈസ് ടെല്ലിംഗ് ഹിയർ, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. സോ കർത്താവ് പുതിയൊരു രീതിയിൽ പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും. ഇതിനകത്താണ് പറയുന്നത്, നേരത്തെ ആദ്യമേ പറയും, പത്രോസിനോട് പറയും, ഇതിന്റെ ഈ പാറമേൽ സഭയെ പണിയും. അതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡെപ്തിലേക്ക് പോകുന്നില്ല, ബിക്കോസ് വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. സോ അടുത്തത് ട്രാൻസ്ഫിഗറേഷൻ, മറുരൂപ മലയിൽ പോയി.
then പിന്നെ ജീസസ് അവിടെ റിവീൽ ചെയ്യുകയാണ്. ഇനിയിപ്പം ജീസസിന് മനസ്സിലായി, യെസ് ഇറ്റ് ഈസ് ടൈം ഫോർ മൈ ഡെത്ത്. സോ ജീസസ് പറയുകയാണ് ഇനിയും ക്രൂശ് മരണമുണ്ട്, അത് ഇതെല്ലാം ഇങ്ങനെ ഡിസൈപ്പിൾസിന് റിവീൽ ചെയ്തു. ആൻഡ് ദെൻ ആഫ്റ്റർവേർഡ്സ് ദ ഫോർത്ത് ഡിസ്കോഴ്സ്. സോ ഇതിനു മുമ്പ് കർത്താവ് പറഞ്ഞ നറേറ്റീവ് എന്താണ്? ഐ എം ഗോയിങ് ടു ബിൽഡ് മൈ ചർച്ച്. ആൻഡ് നൗ ജീസസ് ഈസ് ടെല്ലിംഗ് വാട്ട് ആർ ദ ഡിസ്കോഴ്സ് ഓൺ ദ ചർച്ച്. ഒരു സഭ അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ട് നമ്മൾ നീക്കുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് വി നീഡ് ടു ഫോളോ, how we need to live in this community or church of the kingdom, as part of a prayer meeting, as part of something, or as a community, how we need to live. അപ്പം ഇതിനകത്ത് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് humility and the forgiveness. That is the main concept that should be covered over here. It teaches that kingdom of God is like childlike. അതായത് നമ്മൾ ശിശുക്കളെ പോലെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് കർത്താവ് ശിശുക്കളെ പോലെ ആണോ എന്ന് പറയുന്നത്? കാരണം നമ്മളിപ്പോ പിള്ളേരുടെ അടുത്ത് ഒരു ചീത്ത പറഞ്ഞാൽ തന്നെ അവര് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് they will come back to us. അവരെന്തെങ്കിലും ഒരു അഭിപ്രായം പറയും, നീ വലിയ പ്രായമൊന്നും ആയിട്ടില്ല, നീ ഇപ്പൊ വലിയ അഭിപ്രായം ഒന്നും പറയണ്ട. അപ്പം അങ്ങനെ നമ്മളെ വേറൊരാൾ കൺസിഡർ ചെയ്താൽ പോലും വി ഷുഡ് ബി, നമ്മൾ ആ സമൂഹത്തിൽ ഒന്നിച്ചു ചേർന്ന് പോകണം. നമ്മളെ ചിലപ്പം ആ സമൂഹത്തിൽ കൺസിഡർ ചെയ്യത്തില്ലായിരിക്കാം, ബട്ട് സ്റ്റിൽ വി നീഡ് ടു ബി ലൈക്ക് ദാറ്റ് ചൈൽഡ് ലൈക്ക്. ആര് നമ്മളെ എന്ത് പറഞ്ഞാലും വി ഷുഡ് ബി ഏബിൾ ടു ലീവ് ഇൻ ദാറ്റ്. നമ്മുടെ ഒരു സോഷ്യൽ പ്രോമിനൻസ് അല്ല, ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കുകയല്ല വേണ്ടുന്നത്. ഞാൻ ഒന്നുമില്ല, ഞാനൊരു ശിശുവിനെ പോലെ, ഐ ആം ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ് ഉള്ളി. ആ ഒരു ഹ്യൂമിലിറ്റി ആണ് നമുക്ക് വേണ്ടുന്നത്. നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നം വരുന്ന, ഞാനൊരു അഭിപ്രായം പറഞ്ഞു, അവന് എന്റെ അഭിപ്രായം കേട്ടില്ല, പിന്നെ നമുക്ക് ദേഷ്യം അവരോട്, ഞാൻ പറഞ്ഞത് കേട്ടില്ല. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ തന്നെ, ഒരു ലോസ്റ്റ് ഷീപ്പിന്റെ ഇത് അസ് എ ലൂക്കിനകത്ത് അസ് എ നമ്മളൊരു ബിലീവർ പോകുന്നതാണ്. ബട്ട് ഈ ലോസ്റ്റ് ഷീപ്പ് മാത്യുവിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു ചർച്ചിൽ നിന്ന് ഒരാൾ പോയാൽ പോലും വി നീഡ് ടു ഗെറ്റ് ദം ബാക്ക്. സോ ഇവിടെയാണ് പറയുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹൂ ഇസ് ഗ്രേറ്റസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ. അപ്പം ദൈവം പറയുന്നത് നീ ശിശുവിനെ പോലാക്, അപ്പോൾ നീയാണ് ഈ ദൈവരാജ്യത്തിൽ വലിയവൻ. സോ ദൈവരാജ്യത്തിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങനെ നിന്റെ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം? 70 വട്ടം. എന്നാൽ നിന്റെ സഹോദരൻ നിന്നോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നീ സഭയെ പോയി ചെന്ന് പറഞ്ഞ് നീ നിന്റെ ഡിസ്പ്യൂട്ട്സ് ക്ഷമിക്കണം. അവിടെ അടുത്ത് പറയുന്ന ഒരു പറയുന്നത്, ഒരു രാജാവ് ഒരാളോട് 10,000 താലന്ത് പൈസ ക്ഷമിച്ചു കൊടുത്തു. അപ്പം വേറൊരാൾ വന്നു, നീ നിന്റെ സഹോദരൻ, നിന്റെ കൂട്ടായ്മയിലുള്ള സഹോദരൻ അല്ലെ, നിന്റെ അത് ചർച്ച തന്നെയല്ല, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ സഹോദരൻ ആവശ്യമുണ്ടെങ്കിൽ നീ അവനെ ഇളച്ചു കൊടുക്കുക. അല്ലാതെ ആരെങ്കിലും ഒരാൾ നമ്മളോട് പൈസ വാങ്ങിച്ച അവന്റെ ഇത് പിടിച്ചിട്ട് യു വിക്കറ്റ് സ്ലേവർ, അത് ആ താഴെ അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. So then afterwards Jesus is traveling to Jerusalem and then the ministry there. അവിടെയാണ് ഹോശാനയുടേത് triumphal entry into Jerusalem. Then അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ കോൺഫ്ലിക്ട്സ് ആണ്. സ്ക്രൈബ്സും ഫാരിസീസും അവരുമായിട്ടെല്ലാം അടിയാണ്. അതായത് അടി എന്ന് പറഞ്ഞാൽ അവർ ജീസസിനെ ചോദ്യം ചെയ്യാണ്. ജീസസ് അവിടെ ചെന്ന് നാണയങ്ങളെല്ലാം വലിച്ചു മാറ്റുന്നു, അതെല്ലാം ആവുന്നു. അപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പരീക്ഷന്മാർ വന്ന് ചോദിക്കുന്നു, നീ എന്ത് അധികാരത്തിൽ ചെയ്യുന്നു? പിന്നെ അങ്ങനെയെല്ലാം അവരുമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോഴാണ് യേശുക്രിസ്തു അവിടെ പറയുന്നുണ്ട്, പരീക്ഷന്മാരും സദൂക്യരുമായി ഉള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. അങ്ങനെ ഇതിനകത്ത് 7 goes against Pharisees and scribes. You can just go and read into that. I'm not going into that. So these are the main things that covered in the ministry in Jerusalem. And afterwards, Jesus' major teaching, that is the Olivet Discourse. ഒലിവ് മലയിലെ പ്രഭാഷണം. യേശുക്രിസ്തു ശിഷ്യന്മാരും കൂടെ വന്ന് ഒലിവ് മലയിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒലിവറ്റ് ഡിസ്കോഷർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ പ്രോഫറ്റിക് ഇവന്റ്സ്. അതായത് എന്താണോ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. 10 കന്യകമാരുടെ ഉപമ അവിടെയാണ് പറയുന്നത്. താലന്തിന്റെ ഉപമ അതാണ് പറയുന്നത്. അപ്പം ദൈവം പറയുന്നത് the kingdom can come anytime. The future kingdom which is going to be established, the future it can come anytime. So be prepared for the second coming. So നമ്മളും are you ready? നമ്മൾ ചെമ്മരിയാടും ഇത് വേർതിരിക്കുന്നത് പോലെ നമ്മളെയും തിരിക്കുന്ന ഒരു സമയം വരും. നിങ്ങൾ അതിന് തയ്യാറാണോ? So this is the 5th discussion. And then okay, ഞാൻ ഈ ഒരു സ്ലൈഡ് ഇവിടെ ഇട്ടത്. So we have seen that there are 5 discourse in Matthew. So first is the Sermon on the Mount. It shows the ethics of the kingdom, how we should ഈ ദൈവരാജ്യത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. രണ്ടാമത്തേത് മിഷണറി ഇൻസ്ട്രക്ഷൻസ്, അതായത് മിഷൻ ഓഫ് ദ കിങ്ഡം, ഈ ദൈവരാജ്യത്തിന്റെ ദൗത്യം എന്താണ്. മൂന്നാമത്തെ മേജർ ടീച്ചിങ് ആണ് പാരബിൾസ് കളക്ഷൻ, അതായത് നേച്ചർ ഓഫ് ദ കിങ്ഡം, എങ്ങനെയാണ് ദൈവരാജ്യം എന്നുള്ളത്. നാലാമത്തെ ഇത് ഇൻസ്ട്രക്ഷൻസ് ടു ദ ചർച്ച്, ഒരു സഭയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം. അഞ്ചാമത്തെ ഫ്യൂച്ചർ, എങ്ങനെയാണോ ഒലിവ് മല പ്രഭാഷണം, അതായത് ഇനിയും വരാൻ പോകുന്നത്, ഇനി ഫൈനൽ ജഡ്ജ്മെന്റ്, വാണിംഗ്, അതിൽ നിന്ന് എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പം ഈ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ഈ 5 ഡിസ്കോഴ്സസും 5 ബുക്സ് ഓഫ് തോറായെ റെപ്രസെന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ദിസ് 5
E discourses, it is Matthew itself is retelling the whole Old Testament in the Tulyamana, especially this 5 discourse. Genealogy start, so it is starting with the Genesis, and then Sermon on the Mount. Yeshu Christu baptized, tempted, and then he went up the mountain and gave the law. Same we can see in the Moses thing. Moses, they crossed the Red Sea, they were tempted in the desert, Mount Sinai. So 7th chapter, it is like he's on the Mount Sinai. And then the missionary instructions. Missionary instructions are Shishanmare Parnayikunu. Pade Nimatil 12 Moses Joshua 12 tribes in Aale Edthittu Canaan Desham Muttu Nokkuvanayittu ayikunu. So he is telling that it is similar to that, and then avade chennittu avare judgment adu settle agunnannu vare Canaan Desham avakashamaakkuvan vare avadeyum avarodu parayunnathu words ainathu idana. മോശയും യോശുവയോടൊക്കെ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ഒന്നും ഭയപ്പെടണ്ട. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ട. മോശ യോശുവയോട് പറഞ്ഞു നിങ്ങൾ അവിടെ ചെന്ന് അവരെ പുറത്താക്കുക. യേശു പറയുന്നത് നിങ്ങളെ എന്ന് ഭൂതങ്ങളെയും എല്ലാം പുറത്താക്കി കർത്താവിന്റെ ഇത് ചെയ്യുക. പാരബിൾസ് കളക്ഷൻ അത് നമ്മുടെ ശലോമോൻ രാജാവിന്റെ വിസ്ഡം ബുക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ കമ്മ്യൂണിറ്റി ഇൻസ്ട്രക്ഷൻസ്, ഒരു സഭ അതായത് പറയുന്നു. അതാണ് നമ്മുടെ ഡിവൈഡഡ് കിങ്ഡം. നമ്മുടെ ഡിവൈഡഡ് കിങ്ഡം അവർ ഒരു സഭയായിട്ട് ഒരു സമൂഹമായിട്ട് എങ്ങനെ നിന്നേന്ന് ഇത് കാണിക്കുന്നു. ഒലിവേറ്റ് ഡിസ്കോഴ്സ് അത് പ്രോഫറ്റിക്, പഴയ നിയമത്തിലെ പ്രവാചക ശബ്ദങ്ങൾക്ക് സിമിലർ ആയിട്ട് പറയുന്നു. ഇത് അതുകൊണ്ടാണ് പറയുന്നത് ഈ മാത്യു ഈസ് റീടെല്ലിംഗ് ദ ഹോൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ഇറ്റ് ഹാസ് എ കണക്ഷൻ വിത്ത് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. ആൻഡ് ദെൻ ഈ ഓരോ സെക്ഷനും എൻഡ് ചെയ്യുന്നത് യേശു ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം 7-ാം അധ്യായം 28-ാം വാക്യം. Now Jesus has finished saying this. 11th chapter start ചെയ്യുന്നത്. Now Jesus has finished teaching the 12 disciples. Parables ചെയ്യുമ്പോൾ now when Jesus finished these parables, everything has a similar formulation. 19th chapter, when Jesus has finished saying this, when Jesus has finished saying this, അങ്ങനെയാണ് ഇത് ഓരോന്നും തരുന്നത്. സോ മാത്യു നമ്മൾ പഠിക്കുമ്പോൾ റിമെമ്പർ ദീസ് 5 ടീച്ചിങ്സ് ഓഫ് ജീസസ്. അഗൈൻ മാത്യു 26-28 മെയിൻ ഒരു വേഴ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മാത്യു 26-28. This is my blood of the covenant which is poured out for many for the forgiveness of the sin. ജീസസ് ക്രൈസ്റ്റ് മരിച്ചതിന്റെ പർപ്പസ് ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്യുന്ന ഏക വാക്യമാണ് ബൈബിളിൽ. ബാക്കി എല്ലാത്തിനകത്തും ദിസ് ഈസ് ദ ബ്ലഡ് വിച്ച് ഈസ് poured out for many എന്നേ പറയുന്നുള്ളൂ. ബട്ട് ഹിയർ ഇൻ മാത്യു they states that it is for the forgiveness of sin. So ജീസസ് ഡൈ ചെയ്തത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു പഴയ നിയമം, ഒരു പഴയ ഉടമ്പടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു പുതിയ ഉടമ്പടി. സോ ഞാൻ അതൊരു ഇച്ചിരി ഒരു ഇത് പറയാമെങ്കിൽ then only it will be more clear. ഉടമ്പടി എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിൽ ചെയ്യുന്ന ഒരു കരാറാണ്. അതായത് ഞാൻ ഇത് ചെയ്താൽ നീ ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു കരാർ. അപ്പൊ പഴയ നിയമത്തിൽ നമുക്കറിയാം മോശ ദൈവം പറഞ്ഞ കൽപ്പനകളെല്ലാം മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്നേച്ച് പറയും, ഓക്കെ ഞാൻ പറയുന്ന കൽപ്പനകളെല്ലാം അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമാകും, നിങ്ങൾ എന്റെ ജനമായിട്ടിരിക്കും. അപ്പം ആ ഉടമ്പടി ബ്രേക്ക് ചെയ്യാതെ ഇരിക്കണം. പക്ഷെ നമുക്കറിയാം ഇസ്രായേൽ ജനം പാപം ചെയ്തു, അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോയി, ദൈവത്തെ ആരാധിക്കാതെ വേറെ ദൈവത്തെ ആരാധിച്ചു. അപ്പം ജെറമിയ 31-34 അതിനകത്തെ മെയിൻ പോയിന്റ്സ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് മാത്രം നമുക്ക് നോക്കാം. So declares the Lord, when I will make a new covenant. So ദൈവത്തിന് മനസ്സിലായി ഈ ഉടമ്പടി ചെയ്തിട്ട് ജനം അതിൽ നിന്നെല്ലാം മാറിപ്പോയി. So he will make a new covenant. ആ പഴയ covenant എവിടെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ to bring them out of the Egypt by covenant that they broke. ഇസ്രായേൽ ജനമാണ് ആ covenant ബ്രോക്ക് ചെയ്തത്. So I will put a new covenant. അപ്പൊ ജെറമിയ പറയാണ്, ദൈവം പറഞ്ഞിട്ടുണ്ട് I will make a new covenant, and that new covenant is I will forgive their iniquity and I will remember their sin no more. ഇനി അവരുടെ പാപം നമ്മളെ ഓർക്കത്തേയില്ല. ദൈവത്തിന് മനസ്സിലായി മനുഷ്യനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്താൽ മനുഷ്യന് ആ ഉടമ്പടി തെറ്റിക്കും. അപ്പൊ ദൈവം ഒരു പുതിയ ഉടമ്പടി ചെയ്തു, ദാറ്റ് ഈസ് ബിലീവ് ആൻഡ് ലീവ്. അതായത് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പഴയ നിയമത്തിൽ നമ്മളത് ചെയ്തെങ്കിൽ ഒള്ളി നമ്മൾ നന്നായിട്ട് ബി റൈറ്റിയസ് ആൻഡ് ബ്ലെസ്ഡ്. ബട്ട് ജസ്റ്റ് ഇൻ ദ ന്യൂ കവനന്റ് ഇറ്റ് ഈസ് ബിലീവ് ആൻഡ് ലീവ്. സോ this is a new covenant which God has given to us. So what we have to do is to get the gift of the God, we need to just believe in the God. So this is one major verse in the Matthew. The other all gospels it is mentioned, but only in Matthew it is mentioned that it is for the forgiveness of sin. And then Jesus, the crucifixion and the death and the resurrection, these all will be covered in later in Luke and John. And so now, and the last command, Jesus തന്നിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് റെക്കോർഡഡ് പേഴ്സണൽ ഇൻസ്ട്രക്ഷൻ which is given by Jesus is Matthew chapter 28 verses 19-20. It's a special calling from Jesus to all his followers. ഇത് കർത്താവ് ശിഷ്യന്മാർക്ക് മാത്രമല്ല കൊടുത്തത്,
ഈവൻ നമുക്ക് തന്നേക്കുവാണ്. ദൈവം പറഞ്ഞേക്കുന്നേ, ഗോ ഇൻ ടു ദ വേൾഡ്, നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങി നിങ്ങൾ ശിഷ്യന്മാരെ ആക്കുക, ബാപ്റ്റൈസ് ദം ആൻഡ് ദെൻ ടീച്ച് ദം ഓൾ മൈ കമാൻഡ്സ്. സോ ഈവൻ നമ്മളാണ് ഇപ്പം നമ്മൾ ജീസസ് ക്രൈസ്റ്റിൽ ബിലീവ് ചെയ്യുന്നു, we are his followers, and we as his ambassador, we have a responsibility to show what is this kingdom. അത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കടമയാണ്. കാരണം ജീസസ് has gone and then Jesus is telling that you have to go into the world and now show the kingdom of God. ദൈവം പറഞ്ഞു ഇതാണ് ദൈവരാജ്യത്തിലേത്. നമ്മൾ നമ്മുടെ ജോലിയിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മൾ ഏത് മേഖലയിലായിരിക്കുന്നോ, ആർ വി ദ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, നമ്മൾക്ക് കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? സുവിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് അതായത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ഫ്രം ദിസ് വേൾഡ്. ജീസസിന്റെ ലൈഫാണ് ഗോസ്പൽ. ജീസസ് ഈസ് ഗോയിങ്, ബട്ട് ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഫെയ്ത്ത് ഇൻ ആക്ഷൻ. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ്. ദൈവം നമ്മളോട് കൽപ്പിച്ചാണ് ഈ വിശ്വാസം നിങ്ങൾ പ്രവർത്തി കൊണ്ടുപോകാം. നിങ്ങൾ എങ്ങനെ പ്രവർത്തി കൊണ്ടുവരും? നിങ്ങൾ മറ്റുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന്. And then Jesus has given us a promise. I am with you always to the very end of age. കർത്താവ് നമ്മളെ വിട്ടിട്ട് അങ്ങ് പോയതല്ല. കർത്താവ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യത്തിനെ നമുക്ക് സഹായത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. ദൈവം പറയുന്നത് നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങുക, എന്ത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും I am there for you. You just be bold, be brave and tell the world the kingdom of God, what God is expecting from us. Thank you so much.